بسم الله الرحمن الرحيم والحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ ഹ്രസ്വമായ വാക്കുകളിൽ പ്രൗഢമായ ചിന്തകളും ആശയങ്ങളും പകർന്നു തന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിനന്ദനായ വൈസ് പ്രസിഡന്റ് VH മുഹമ്മദ് മൗലവി MFP അവരുടെ ഇതുവരെ സന്തോഷകരമായ പ്രഭാഷണം നടത്തിയ സഹപ്രവർത്തകൻ ബഷീർ വഹബി തുടങ്ങി വേദിയിലും സ്റ്റേജിലും സദസ്സിലുമെല്ലാമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, പ്രിയങ്കരായ ചിരകാല പരിചിതരെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മജ്‌ലിസിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെ വർഷാന്തം നടക്കുന്ന വാർഷിക പരിപാടിയിൽ കഴിവതും പങ്കെടുത്തു വരുന്നു. ഇത് നമ്മൾ തമ്മിലുള്ള ഏറിയ കാലമായുള്ള ബന്ധത്തിൻ്റെ ഒരു ശക്തി കൂട്ടാനും ബന്ധം നിലനിർത്താനും അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പേരിൽ തന്നെ ആയിരിക്കുവാനുമുള്ള ഒരു മഹത്തായ കർമ്മമാണ്, പരിപാടിയാണ് ഈ സ്വലാത്തും നമുക്ക് നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെയും അവൻ്റെ തിരുദൂതരുടെയും പേരിലുള്ള സ്നേഹവും ബന്ധവുമായി വിശ്വാസികളായ നമുക്കിടയിലുള്ള ബന്ധത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഊട്ടി ഉറപ്പിക്കുകയും വളർത്തുകയും ചെയ്യുമാറാവട്ടെ. ഈ ബന്ധം നമുക്ക് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന ബന്ധമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കുമാറാവട്ടെ. വിശേഷിച്ച് ആഖിറത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാര ഒത്തുകൂടുന്നതിനുള്ള ഒരു മഹാ സ്നേഹമായി അള്ളാഹുവിനും റസൂലിനുമുള്ള ഈ സ്നേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എപ്പോഴും നേട്ടമാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി അത് ഊന്നി പല ആയത്തുകളിലൂടെ, പല സന്ദർഭങ്ങളിലായി, പല വേളകളിലായി, പല സാഹചര്യങ്ങളിലായി പ്രത്യേകം നമ്മെ ഉണർത്തിക്കൊള്ളുന്നത്. ഇവിടെ പ്രത്യേകം പരാമർശിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൻ്റെ ചൈതന്യമായി, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, പ്രകാശമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതും ഒരുക്കിയതുമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുത്തെ പ്രാർത്ഥന, വെളിച്ചവുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന, നമ്മെ പഠിപ്പിക്കുന്ന, നമ്മളെല്ലാവരും പകർത്തുന്നതിന് വേണ്ടി, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥന, നമ്മെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള മൊഴികളോടൊപ്പം, അതായത് പടച്ചവനെ എൻ്റെ കാതിൽ നീ പ്രകാശമാക്കണേ, എൻ്റെ കണ്ണിൽ നീ പ്രകാശമാക്കണേ, എൻ്റെ കൈകാലുകളിൽ നീ പ്രകാശമാക്കണേ, എൻ്റെ സിദ്ധികളിൽ നീ പ്രകാശമാക്കണേ,
എൻ്റെ കൽബിൽ നീ പ്രകാശമാക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനിപ്പിക്കുന്നത് അല്ലാഹുമ്മ ജഅൽനി നൂറ, എന്നെ നീ വെളിച്ചമാക്കണേ, പ്രകാശമാക്കണേ അല്ലാഹുവേ എന്നാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു എന്നതാണ്. നമ്മുടെ എല്ലാ അവയവങ്ങളിലും അല്ലാഹുവിൻ്റെ വെളിച്ചം വേണം. ഏതവയവങ്ങളും പ്രവർത്തിക്കുന്നതിനുള്ള ചൈതന്യം എന്താണോ, അതിൻ്റെ ചാലക ശക്തി എന്താണോ, അതുതന്നെയാണ് അതിൻ്റെ വെളിച്ചം. കൈയുണ്ട്, പക്ഷെ പിടിക്കാനുള്ള ശേഷിയില്ല. ഉണ്ടെന്ന നിലക്ക് ഉണ്മയുടെ വെളിച്ചമുണ്ടെങ്കിലും കൈയിന്റെ സിദ്ധി എന്ന നിലക്ക് വെളിച്ചമില്ലാത്തത് കൊണ്ടാണല്ലോ ആ കൈ നിഷേധനമാകുന്നത്. കാതുണ്ട്, പക്ഷെ കാതിന് കേൾവിയില്ല. കാതിന്റെ ഉണ്മ എന്ന നിലയിൽ അവിടെ വെളിച്ചമുണ്ട്, ഉണ്മയുടെ വെളിച്ചം. പക്ഷേ കാതിന്റെ പ്രയോജനമാകുന്ന വെളിച്ചം കേൾവിയാണല്ലോ. ഈ കേൾവിയില്ലെങ്കിൽ കാതിന് വെളിച്ചമില്ല. കണ്ണ് തിളക്കമുള്ളതാണ്. തിളക്കമുള്ള കണ്ണുകൾ, സുന്ദര കണ്ണുകൾ എന്ന നിലയിൽ അതിനുണ്മ എന്ന നിലക്കുള്ള വെളിച്ചമുണ്ടെങ്കിലും കാഴ്ചയില്ല. മറ്റു വസ്തുക്കളെ കാണാൻ നമുക്ക് കഴിയുന്നില്ല കണ്ണുകൊണ്ടെങ്കിൽ നമുക്ക് ആ കണ്ണിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ വെളിച്ചം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ഇവിടത്തെ ഏതു ചരാചരങ്ങളിലും, ഈ പ്രപഞ്ചത്തിലെ ഏതു കണങ്ങളിലും, കുല്ലു ദർറാത്തിൽ വുജൂദ്, ഈ ഉണ്മയുടെ സകല കണങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൈതന്യം കൊണ്ട്, വെളിച്ചം കൊണ്ട് അതിനെ അലങ്കരിക്കുവാനും വെളിച്ചമെല്ലാം അല്ലാഹുവിന്റെ റസൂലിലേക്കാക്കി സൃഷ്ടികൾ എന്ന നിലയിൽ എല്ലാ വെളിച്ചങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒതുക്കുകയും അതിൽ പരിമിതപ്പെടുത്തുകയും അതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് അല്ലാഹു തആല ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളതും. നമുക്കറിയാവുന്നതുപോലെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ, നമ്മൾ മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ വെച്ച് പഠിക്കുന്നത് പോലെ പഠിച്ചിട്ടുള്ള ആ പാഠങ്ങൾ വലുപ്പത്തിൽ നമ്മൾ തിരിച്ചറിവോടുകൂടി ഉപയോഗിക്കുകയും ആവർത്തിച്ചു പഠിക്കുകയും പിന്നീട് ചിന്തിച്ചു പഠിക്കുകയും ചെയ്യുമ്പോഴേ അത് നമുക്ക് ശരിക്കും പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയും. പണ്ട് പഠിച്ച അള്ളാഹുവിന്റെ സിഫത്തുകളാവട്ടെ, നബിന്റെ വിവരണങ്ങളാവട്ടെ, ഇതൊക്കെ ബുദ്ധിയും വിവേകമൊക്കെ വെച്ച് അറിവും ചിന്തയും ഒക്കെ ഉണ്ടായ ശേഷം നമ്മൾ ഇപ്പോൾ വീണ്ടും പുനരാവർത്തനം ചെയ്ത് വായിക്കുകയും വീണ്ടും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ കാര്യം ബോധ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉണ്മയുടെ ലോകത്തിന് ഉണ്മ നൽകുന്നതിന് വേണ്ടി അല്ലാഹു തആല അവന്റെ തിരുനൂറിൽ നിന്ന്, അല്ലാഹുവിന്റെ തിരുവെളിച്ചത്തിൽ നിന്നൊരു വെളിച്ചത്തെ സൃഷ്ടിക്കുകയും ഒരുക്കുകയുമാണല്ലോ. ആ ഒരുക്കപ്പെട്ട നൂറാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കൊച്ചുകുഞ്ഞുകാലത്ത് നമ്മൾ നമ്മുടെ മക്കളെ തൊട്ടിലിൽ കിടത്തി ആട്ടുമ്പോ നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ചൊല്ലുമല്ലോ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ കുട്ടികളാട്ടുമ്പോ ചൊല്ലുന്ന ദിക്റിൽ നൂറ് മുഹമ്മദ്, ആ നൂറ് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സകല ചരാചരങ്ങളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിമിത്തമാക്കിയ അല്ലാഹു തആലാന്റെ തിരുവൊളിവ്. ആ ഒളിവിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസദസ്സിൽ വെച്ച് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വരുന്നു. ഏതാണ്ട് ഒരു മാസത്തിലധികം കാലം തബൂക്കിലേക്കുള്ള സമരത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പോയപ്പോൾ ഏറ്റുമുട്ടലുകളും പോരാട്ടങ്ങളും ഒന്നും നടന്നില്ലെങ്കിലും ഷാമും റോം സാമ്രാജ്യത്തിന്റെ സേനയുമായിട്ട് സന്ദർഭം കിട്ടിയാൽ ഇസ്ലാമികമായിട്ടുള്ള പ്രബോധനം അവിടെയും ഞങ്ങൾ നടത്തുമെന്നും ഷാം മണ്ണും ഇസ്ലാം ജയിക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി കൊണ്ട് തന്നെ അവിടം ചവിട്ടിക്കൊണ്ട് തെളിയിക്കുന്ന ഒരു നടപടിയായിരുന്നു അവിടുത്തെ വസുവത്തുകളിൽ, അവിടെ നിന്ന് നേരിട്ട് പുറപ്പെട്ടിട്ടുള്ള വസുവത്തുകളിൽ അവസാനത്തേതായ തബൂക്ക് എന്ന് പറയുന്ന സംഭവം. വസുവത്തു തബൂക്ക് നബിയുടെ ജീവിതകാലത്ത് അവിടെ നിന്ന് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള വസുവത്തുകളിൽ അവസാനത്തേതാണ് തബൂക്ക്. ഇതിനു വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് മാറി താമസിച്ചിട്ടുള്ള ദിവസങ്ങളുടെ യാത്ര അതിനു മുൻപൊന്നും നബി തങ്ങൾ മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ തന്നെ മദീനത്ത് ഖലീഫയാക്കി നിർത്തുന്നത്. നബി തങ്ങൾ പോയ ഒഴിവിൽ നബി വരുന്നത് വരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണത്തിന് ഒരാൾ വേണമല്ലോ, നേതൃത്വത്തിന് ഒരാൾ വേണമല്ലോ, സമുദായത്തിന് സമൂഹത്തിന് ഒരു അത്താണി വേണമല്ലോ, ഒരു നായകൻ വേണമല്ലോ. ഇത് തന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിലെ തന്റെ രക്തത്തിന്റെ കണ്ണിയും മകളുടെ ഭർത്താവും കണ്ണിലെ
ഇഷ്ടപ്പെട്ട ഖുർറത്തു ഐനുമായ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളവർകളെ മദീനത്ത് തന്റെ ഖലീഫയാക്കി നിശ്ചയിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ട്, നബി അള്ളാഹുവിന്റെ റസൂലെ, വസുവത്തിനാണല്ലോ പോകുന്നത്, വസുവത്ത് പോരാട്ടമായിട്ടോ വലിയ സമരമായിട്ടോ ഒക്കെ മാറുന്ന സമയത്ത്, ആയുധപ്പയറ്റോ മത്സരമൊക്കെ ആയി മാറുന്ന സമയത്ത് അവിടെ വീരപ്പുലി അലി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്വാധീനമുണ്ട്, പ്രസക്തിയുണ്ട്. അങ്ങനെയുള്ള തന്നെ ഇവിടെ ഈ മദീനത്തെ പെണ്ണുങ്ങളുടെയും കുട്ടികളുടെയും മേൽ പ്രതിനിധിയാക്കി പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവായിൽ നിന്ന് വന്ന മറുപടി, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അലി, ഹാറൂൻ എന്ന് പറയുന്ന തന്റെ സഹോദരനെ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിങ്കിൽ നിന്ന് തൗറാത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി പോയപ്പോൾ പ്രതിനിധിയാക്കി പോയത് തന്റെ ജനതയുടെ പേരിൽ ഹാറൂൻ എന്ന സഹോദരനെയാണ്. ആ സ്ഥാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കഥ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചപ്പോഴാണ് അലി റളിയല്ലാഹു അൻഹുവിന് അതിന്റെ പ്രസക്തി ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഷാം മണ്ണും റോമൻ സാമ്രാജ്യത്തിന്റെയും അറബ് ലോകത്തിലുള്ള പ്രബോധനം കഴിഞ്ഞ് ഇന്ന് റോമന്റെ മണ്ണിലേക്കും പേർഷ്യയുടെ മണ്ണിലേക്കും ഇസ്ലാമിന്റെ ചരിത്രയാത്ര തുടങ്ങുന്നുവെന്നും ഇസ്ലാമിന്റെ പ്രബോധനം വരുന്നുവെന്നും വിളംബരം വരുന്നുവെന്നും അറിയിച്ചുകൊണ്ടുള്ള ആ മഹത്തായ സംഗതിക്ക് പോകുമ്പോ അതിന്റെ സ്ഥാനത്ത് ദിവസങ്ങളോളം വരുമ്പോൾ ആ ദിവസങ്ങളിൽ നായകത്വം വഹിക്കുന്നതിനുള്ള സ്ഥാനമാണ് അലി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ നൽകുന്നത്. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ തിരിച്ചെത്തിയപ്പോ ഒരു മാസത്തെ വേർപാട്, ഒരു മാസത്തിലധികം ദിവസത്തെ വേർപാട്. അന്നത്തെ കാലം ചിന്തിച്ചാലും സൗദിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, 100-600 കിലോമീറ്റർ മദീനയിൽ നിന്നുണ്ട് തബൂക്കിലേക്ക്. ഒട്ടകപ്പുറത്തുള്ള യാത്രയാകുമ്പോ അത് ദിവസങ്ങളോളം അങ്ങോട്ട് തന്നെ പിടിക്കും, ഇങ്ങോട്ട് പോരാനും ദിവസങ്ങളോളം പിടിക്കും. സമരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വേറെയും ദിവസങ്ങൾ പിടിക്കും. അത്രയും ദിവസത്തെ നബിയുടെ വേർപാട് ഇതിനു മുൻപ് അനുഭവപ്പെട്ടിട്ടില്ല, സമരങ്ങളുടെയോ ദീനീ ദഅവത്തിന്റെയോ പേരിൽ. ആ വേർപാട് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ പിതൃതുല്യരായ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു വബഖിയത്തു ആബായി, എന്റെ എല്ലാ പിതാക്കന്മാരാണ് എന്റെ അബ്ബാസ് എന്ന പിതൃവ്യൻ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അവിടെ നിന്ന് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഭക്ത്യാദര പുരസ്സരം എഴുന്നേറ്റ് നിൽക്കും, കെട്ടിപ്പിടിച്ച് ചുംബിക്കും. അവിടത്തെ 2 കണ്ണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വലിയ ഒരു ദൗത്യം നിർവഹിച്ച് നിരവധി ഗോത്രങ്ങളിലേക്ക് ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത് ആ ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട് കരാറുകളുണ്ടായി. ദീർഘകാലാടിസ്ഥാനത്തിൽ ഖിലാഫത്തിന്റെ കാലത്തിൽ ഉപ്പകളൊക്കെ തയ്യാറാക്കി ഒരു വലിയ വിജയ സംഭവം നടത്തിക്കൊണ്ട് തിരിച്ചു വന്നപ്പോ ആ മഹാനായ നബിയുടെ ആ വരവിൽ അത് നീങ്ങിപ്പോയ ആ ആഹ്ലാദത്തിൽ, സന്തോഷത്തിൽ മഹാനായ അബ്ബാസ് എന്നവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, പുന്നാര നബി, ഞാൻ അവിടെ എത്തുമെന്ന് പ്രകീർത്തിച്ചോട്ടെ, അവിടത്തെ ഞാനൊന്ന് പ്രകീർത്തിച്ചോട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഓ ആയിക്കൊള്ളട്ടെ, അള്ളാഹു നിങ്ങളുടെ വായ അതിനുവേണ്ടി സുഖമായി തുറക്കട്ടെ, അതടക്കാതിരിക്കട്ടെ, അഗ്രത്തിന്റെ പ്രകീർത്തനം നിറക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ആശീർവദിച്ചു. ഇനി പറയുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള വെളിയാളവും സത്യവുമല്ലേ? അവിടുന്ന് പറയുന്ന വാചകൻ നബി അംഗീകരിച്ചാൽ അത് വിശുദ്ധമായ വേദവും പ്രമാണവും നമുക്ക് തെളിവുമല്ലേ, ഹദീസല്ലേ? അവിടെയാണ് അബ്ബാസ് എന്നവരുടെ ഈ മൊഴിയും നബി തങ്ങളുടെ ആശീർവാദത്തിന്റെയും സ്ഥാനം നമുക്ക് ബോധ്യപ്പെടുക. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് നബി തങ്ങളെ മദ്ഹ് ചെയ്യുവാൻ വേണ്ടി പിതൃവ്യൻ തന്നെ പറഞ്ഞപ്പോ, ഓ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട നബി ആശീർവദിച്ചപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, من قبلها طبت في الظلال وفي مستودع حيث يخسف الورق من قبلها طبت في الظلال. ഈ പ്രപഞ്ചങ്ങളുടെ എല്ലാ വസ്തുക്കളുടെയും മുൻപ്, ഈ ഭൗതിക ലോകത്തിന്റെ നമ്മുടെ ഭൂമി മണ്ണിന്റെയും ഇവിടത്തെ പടപ്പുകളുടെയും എല്ലാം ഉണ്മയുടെ മുൻപ് طبت في الظلال. അല്ലാഹു സുബ്ഹാനഹു വ തആല നിത്യതയുടെ തണൽ വിരിച്ചുകൊണ്ട് അല്ലാഹു വെച്ചിട്ടുള്ള ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ, ഭക്തന്മാരായി പരീക്ഷണ ലോകത്ത് ജീവിച്ച ആളുകൾക്ക് അല്ലാഹു തആല വളരെ നിഴലുകളാകുന്ന സ്വർഗ്ഗഭൂമികൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞ ആ ബിലാലാണ് അബ്ബാസ് എന്നവർ പ്രകീർത്തനത്തിൽ കൂട്ടുന്നത്. ആ സ്വർഗ്ഗത്തിൽ അങ്ങ് അല്ലാഹുവിന്റെ റസൂലേ വളരെ പരിശുദ്ധനായി അല്ലാഹു ഒരുക്കിയ പ്രദേശത്ത് നിൽക്കുകയായിരുന്നു. അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എവിടെയാണോ അവിടെ
وفي مستودع حيث يخسف الورق. അങ്ങയുടെ നൂറിൽ നിന്ന് മനുഷ്യന്റെ ആദിമ പിതാവ്, എല്ലാ മനുഷ്യന്മാരുടെയും ബീജങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തിന്റെ തന്നെ മൊത്തം പിതാവ്, തന്റെ ഇണയായി പടക്കപ്പെടുന്ന ഹവ്വ എന്ന നമ്മുടെ ഉമ്മയുടെയും പോലും അസ്ലും അതിന്റെ അടിസ്ഥാന ഗണവുമായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, ആ ഉമ്മയും ബാപ്പയും സ്വർഗത്തിലെ ഇല പറിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ വസ്ത്രം ഉരിഞ്ഞ് പൂർണ്ണ നഗ്നരായി. ആ നഗ്നത മറക്കാൻ കിട്ടുന്ന വെള്ളി എന്ന നിലക്ക് മുൻപിൽ കാണുന്ന വൃക്ഷത്തിൽ നിന്ന് സ്വർഗത്തിന്റെ വൃക്ഷത്തിലെ ഇലകൾ പിടിച്ചുകൊണ്ട് ആ ഇലകൾ കൊണ്ട് നഗ്നത മറക്കി പൊത്തിപ്പിടിക്കുന്ന സമയമുണ്ടായിട്ടുണ്ട്. ഖുർആൻ ഇതനുസ്മരിപ്പിക്കുന്നുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവർ പറയുന്നത്. ആ ബിലാലിലെ സ്വർഗ ഇലകൾ കൊണ്ട് അവരുടെ നഗ്നതകൾ ഒട്ടിപ്പിടിപ്പിച്ച് മറച്ചല്ലോ. ആ മറച്ച സമയത്ത് അങ്ങേ അല്ലാഹു തആല ഒരു പ്രത്യേക നിക്ഷേപ കേന്ദ്രത്തിൽ എവിടെയാണോ ഒരുക്കേണ്ടതെങ്കിൽ അവിടെ ഒരുക്കി വെച്ചിരുന്നു. ثم هبط البلاد لا بشر أنت ولا مضغة ولا علق. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് മനുഷ്യന്റെ ആവാസ കേന്ദ്രമായി അല്ലാഹു നിശ്ചയിച്ച ഭൂമിയിലേക്ക് വരുന്നു. അതിന്റെ നിമിത്തമാണ് സ്വർഗത്തിലെ കനി തിന്നൽ, അതിന്റെ നിമിത്തമാണ് വസ്ത്രം ഉരിയൽ, അതിന്റെ നിമിത്തമാണ് പിന്നീട് അല്ലാഹു തആല ദീൻ നൽകാൻ വേണ്ടി ഇബാദത്തിന് വേണ്ടി ഒരുക്കപ്പെട്ട ഭൂമിയിലേക്ക് അവരെ പറഞ്ഞേക്കൽ. അങ്ങനെ പറഞ്ഞേച്ചപ്പോൾ ആദം നബിയുടെ മുതുകിലാക്കിക്കൊണ്ട് ആദം നബിയുടെ പുത്ര പരമ്പരയിൽ വരേണ്ട ബിന്ദു എന്ന നിലക്ക് ആരംഭ നബി അങ്ങ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ ഇറങ്ങി വരുന്ന നേരം ലാ ബശറു, അങ്ങ് മനുഷ്യനായിട്ടില്ല. വലാ മുദ്ഗത്തുൻ, മനുഷ്യനാകാൻ വേണ്ട തരത്തിൽ ആകൃതി പൂണ്ടിട്ടുള്ള ഒരു മാംസപിണ്ഡമോ അങ്ങനെയുള്ള ഒന്നുമായിട്ടില്ല. വലാ അലഖു, ഗർഭപാത്രത്തിൽ ഒട്ടിക്കിടക്കുന്ന ഭ്രൂണമോ അല്ലെങ്കിൽ രക്തത്തിന്റെ കഷ്ണമോ ഒന്നുമായി മാറിയിട്ടില്ല. ബൽ നുത്ഫത്തുൻ തർകബു സഫീന ഇദാ ബൽ നുത്ഫത്തുൻ തർകബു സഫീന വഖദ് അൽജമ നസ്റൻ വഅഹ്ലഹുൽ വറഖു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ എവിടെയോ അവിടേക്ക് വേണ്ടി ലോകത്തെ മനുഷ്യന്മാരെല്ലാവരുടെയും ബീജങ്ങൾ വെച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു ബീജമാണ്, ശുക്ലത്തിലുണ്ടാകുന്ന ഒരു കണമാണ് മനുഷ്യനായി ഉണ്ടാകേണ്ട അസിൽ ബീജം. ആ ബീജമായ അങ്ങ് തർക്കബുസ്സഫീൻ, ലോകത്ത് മൊത്തം വ്യാപകമായുണ്ടായ മഹാപ്രളയമില്ലേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത്? ആ നൂഹ് നബിയുടെ മഹാപ്രളയത്തിൽ രക്ഷയുടെ പേടകമായി അല്ലാഹു നിശ്ചയിച്ച ആ പേടകത്തിലുള്ളവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൽ നിന്നുണ്ടായ വർഗം മാത്രമേ ഭൂമി മണ്ണിൽ വളർന്നിട്ടുള്ളൂ. ആ തരത്തിലുള്ള രക്ഷയുടെ പേടകമായ ആ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായി ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. حتى مضى عالم بدا طبقوا, ഓരോ ലോകവും കഴിയുന്നത് വരെ തർക്കബുസ്സഫീന വഖദ് അൽജമ നസ്റൻ വഅഹ്ലഹുൽ വറഖു. മഹാപ്രളയം ഈ ഭൂമിയുടെ മുകളിൽ ഒന്നാകെ വിരിക്കുകയും കപ്പലിലേറിയിട്ടുള്ള ആളുകൾക്ക് പോലും മൂക്ക് വരെ വെള്ളം വരുന്ന തരത്തിൽ മുട്ടി നിൽക്കുന്ന തരത്തിലുള്ള ലോകം മുട്ടി നിൽക്കുന്ന വെള്ളം. നസ്റൻ, എല്ലാറ്റിന്റെയും ഉയരപ്പറക്കാൻ കഴിയുന്ന പരുന്തുകൾ പോലും മൂക്ക് കയറിട്ട തരത്തിൽ മഹാപ്രളയം നിൽക്കുന്ന ആ വിപത്തിൽ അങ്ങ് രക്ഷയുടെ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുതുകിലായി സഞ്ചരിക്കുകയായിരുന്നു. من تنقل من صالب إلى رحم حتى مضى عالم بدا طبق. നല്ല പരിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ മുതുകളിൽ നിന്ന് പരിശുദ്ധകളായ ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിലേക്ക് അങ്ങേ നീക്കപ്പെടുകയായിരുന്നു ഓരോ തലമുറയിലും. ഏത് തലമുറയിലുള്ള മുന്തിയ പിതാക്കളാരാണോ ആ പിതാക്കൾ മുന്തിയവരായത് അങ്ങയുടെ ബീജം അവരുടെ മുതുകിലുള്ളത് കൊണ്ടാണ്, അങ്ങയുടെ ബീജം അവർ വഹിച്ചതുകൊണ്ടാണ്. അവരിൽ നിന്ന് കൈമാറപ്പെടുന്നത് ഉമ്മമാരുടെ ഉദരങ്ങളിലേക്ക്, ഓരോരോ ഉദരങ്ങളിലേക്ക്. ഇനി നിങ്ങൾ വരേണ്ട ഗർഭപാത്രം ഏതിലാണോ ആളാരിലാണോ വളരേണ്ടത് ആ ഉമ്മയിലേക്ക്, ഇങ്ങനെ ഓരോരോ ഉമ്മമാരിലേക്ക് അങ്ങേ നിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
ഹത്താ മദാ ആലമും ബദാ തബഖു. പ്രപഞ്ചത്തിലെ ഓരോ കാലത്തെ ഓരോ മനുഷ്യലോകത്തിന്റെ തലമുറയും കടന്നുപോയി പുതിയ തൊബക്ക് വരുമ്പോൾ അവിടെയൊക്കെ തങ്ങളുടെ നൂറ് സംരക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള നൂറായി അവിടെ നിന്നങ്ങനെ സഞ്ചരിച്ച് അവിടത്തെ തിരുഹത്ത് അങ്ങക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ മഹാ കുടുംബമില്ലേ, ഖുറൈശ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന കുടുംബം. ആ കുടുംബം ഖുറൈശി എന്ന പേരും വരുന്നതിന് മുൻപേ അങ്ങേക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കുടുംബമാണ്. അങ്ങേക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ കുടുംബത്തിലെ പിതാക്കന്മാരുടെ പേര് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. 20 ഉപ്പാപ്പമാരുടെ പേര് ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന്റേത് ആർക്കെങ്കിലും ലഭിക്കുമെങ്കിൽ അത് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലാതെ ലോകത്താരുടെയും ഓർക്കപ്പെടുകയില്ല, വാഴ്ത്തപ്പെടുകയില്ല. സ്വഹീഹായ പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട 20 ഉപ്പാപ്പമാരുടെ പേര്. അതിനപ്പുറവും എണ്ണാൻ കഴിയുന്നവരുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ അതിന് പ്രാമാണികത കൽപ്പിച്ചിട്ടില്ല. 20 ഉപ്പാപ്പമാരെ എണ്ണിയിട്ട് അതിനാൽ വരെ എത്തിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇതെന്റെ തെളിഞ്ഞ പിതാമഹന്മാരാണ്. ഇതിനപ്പുറം ചരിത്രകാരന്മാർ ഒരൽപ്പം കലർത്തിയിട്ടുണ്ട്. അത് കലർപ്പുള്ളതായതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തുന്നു. അതിനാൽ വരെ ബാപ്പ അബ്ദുള്ള എന്നത് കഴിഞ്ഞ് 20 ഉപ്പാപ്പമാരെയും നമ്മൾ പഠിക്കുന്നു. അങ്ങനെ 21 ബാപ്പമാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പതിവായി നമ്മൾ പഠിച്ചു വരുന്നതിൽ നിന്ന് നമ്മൾ ഖുറൈശി എന്ന് വിളിക്കുന്നത് നദുർ ഇബ്നു കിനാന എന്ന് തുടങ്ങുന്ന നദുറുൻ ഉഖൈ കിനാനത്തുൻ ഹുസൈമതു വ മുദ്രിക ഇല്യാസുഹുമ്മ മുദറുകുൻ മുദ്രിക എന്ന് പണ്ടേ നമ്മൾ മദ്രസയിലെ പാഠപുസ്തകത്തിൽ പഠിച്ചു വരുന്ന നബിയുടെ 20 പാപ്പമാരുടെ പേരിന്റെ ആ കവിത ഓർത്തു നോക്കുക. ആ കവിതയിൽ പറഞ്ഞ നദുർ എന്നവരുടെ മക്കൾക്കാണ് ഖുറൈശികൾ എന്ന് പറയുക. ആ നദുറിന്റെയും ബാപ്പയാണ് കിനാന, കിനാനത്തിന്റെയും ബാപ്പയാണ് ഹുസൈമ, ഹുസൈമത്തിന്റെയും ബാപ്പയാണ് മുദ്രിക, ഹുസൈമത്തും മുദ്രിക. അവരുടെയും ബാപ്പയാണ് ഇല്യാസ്. ഇല്യാസ് എന്ന പിതാമഹന്റെ ഭാര്യയായ അവിടെ നിന്നിങ്ങോട്ടുള്ള എല്ലാ ഖുറൈശികളുടെയും മാതാവായ ഹിന്ദിഫ് എന്ന സ്ഥാനപ്പേര് കിട്ടിയ ആ ഹിന്ദിഫ് എന്ന ഉന്നത മാതാവിനെയാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവർ ഓർക്കുന്നത്. ഈ മാതാവ് അബ്ബാസ് എന്നവരുടെയും മാതൃപരമ്പരയാണ്, പിതൃപരമ്പരയാണ്, മുത്തുനബിയുടെയും പരമ്പരയാണ്. അബ്ദുള്ള എന്ന തന്റെ സഹോദരന്റെ പുത്രനല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നമ്മുടെ ഉമ്മാമയായ ഹിന്ദിഫ് എന്ന ആ അത്യുന്നത മഹദി വലിയ അരപ്പട്ടുക്കുള്ളിൽ കുലീനതയുടെ അരപ്പട്ടയുള്ള, കുലീനതയുടെ ബഹുമതിയുടെ ബെൽറ്റുള്ള ആ മഹദി, അത് അന്നത്തെ കുലീനതയുടെ പട്ടമായി അണിയപ്പെടുന്ന ബെൽറ്റിനെ പറയുകയാണ്. ആ ബെൽറ്റ് ഇട്ടിട്ടുള്ള അരപ്പട്ട അണിഞ്ഞിട്ടുള്ള ആ മഹദിയുടെ പതി, അതിലാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ആ കൂടിലേക്ക്, അവിടത്തേക്ക് വേണ്ടി വെക്കപ്പെട്ട അഹ്ലുൽ ബൈത്ത് എന്ന ബൈത്തിലേക്ക് അങ്ങ് വന്നെത്തുന്നത്. അവിടെ നിന്ന് وأنت لما ولدت أشرقت الأرض وقد അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പിറന്നു വീണപ്പോൾ അങ്ങയുടെ ആ പ്രകാശം, അങ്ങാകുന്ന പ്രകാശം ഈ ഭൂമണ്ണിലേക്ക് പിറന്നു വീണപ്പോ, ശിശുവായിക്കൊണ്ട് പിറന്നു വീണപ്പോ, മാതാവ് ആമിന റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിൽ നിന്ന് വീണപ്പോ അശ്റഖത്തിൽ അർള്, ഭൂമിയാസകലം ഒന്നിച്ച് പ്രകാശം കൊണ്ടു പ്രശോഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അന ദഅവതു അബീ ഇബ്രാഹിം وبشرى أخي عيسى أو بشارة أخي عيسى ورؤيا أمي حين وضعتني. ഞാൻ എന്നെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെയോ? എന്റെ പിതാമഹൻ 4000 വർഷം മുൻപ് ഈ മക്കയിൽ കൊണ്ടുവന്ന് ഇസ്മായിൽ എന്ന ഓമനപുത്രനെ ഇവിടെ വെച്ചേച്ചു പോകുമ്പോ, ഇസ്മായിലിന്റെ മാതാവ് ഉമ്മ ഹാജർ എന്ന് പറയുന്ന ആ മാതാവിനെയും ഇവിടെ വെച്ചേച്ചു പോകുമ്പോ പരിശുദ്ധ കഅബ വരാനിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഒന്ന് ദുആ ചെയ്തല്ലോ. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സർഅ ഇൻദ ബൈതികൽ മുഹറം. കഅബ പടുത്തിയെത്തിയ ശേഷം ചെയ്ത ദുആയിലും അവിടെ കൊണ്ടുവന്ന് വെച്ച് പോകുമ്പോ ചെയ്ത ദുആയിലുമെല്ലാം അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ദുആ ചെയ്തിട്ടുള്ള ഇബ്രാഹിം നബിയുടെ വാക്യമുണ്ട്. ആ വാക്യത്തിലെ ഒന്ന് ഖുർആൻ ഉദ്ധരിക്കുന്നത് റബ്ബന
വബ്അദ് ഫീഹിം റസൂലാ യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. തമ്പുരാനെ, നീ ഈ പ്രദേശത്ത് പിറവി കൊള്ളിപ്പിക്കുന്നതിന് വേണ്ടി, ജനിപ്പിക്കുന്നതിന് വേണ്ടി, സൃഷ്ടിക്കുന്നതിന് വേണ്ടി കരുതി വെച്ചിട്ടുള്ള റസൂലുണ്ടല്ലോ, നിന്റെ വേദങ്ങളെ കാലത്തും പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപനം നടത്താൻ നീ നിശ്ചയിച്ചിട്ടുള്ള നിന്റെ തിരുദൂതർ, ഈ ലോകത്തെ ഹിക്മത്തും ജ്ഞാനവും നൽകുന്നതിന് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളതായ നിന്റെ തിരുദൂതർ, ആ തിരുദൂതരെ നീ ഈ മണ്ണിൽ അറബികളിൽ നിയോഗിക്കണമേ നാഥ. അതിനാണ് ഞാൻ എന്റെ മക്കളെ ഇവിടെ വസിപ്പിക്കുന്നത്. മക്കളില്ല, ഒരു മകനെ വസിപ്പിച്ചിട്ടുള്ളൂ. ഇസ്മായിൽ എന്ന കനിമകനെ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ആ മഹാനര് പറയുന്നത്, അസ്കന്തു മിൻ ദുർരിയതി, എന്റെ മക്കളെ ഞാൻ ഇവിടെ പാർപ്പിക്കുന്നു. ആ മക്കളിൽ ഏറ്റവും കേമരായ ഇസ്മായിലിനെ കന്നിമകനെ ഇവിടെ പാർപ്പിക്കുന്നു. എന്തിന്? ഈ മകനിൽ നിന്നാകുന്നു ആ ദൂതൻ വരേണ്ടത്. ആ ദൂതൻ വരുന്ന സമയം അന്നെന്റെ ബാപ്പ ദുആയിരുന്ന ആ ദുആയുടെ ഫലമായ റസൂലാണ് ഞാൻ. അറബികൾ ചിന്തിക്കാൻ ഞാൻ അറബികളിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്ന റസൂലാകണമെന്ന് അറബികളുടെ പിതാവായ ഇസ്മായിലിന്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അനറബികളായിട്ടുള്ള ഇസ്രായേലിയരുടെ പിതാമഹൻ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പിതാമഹനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് എന്നെ കുറിച്ചാണ്. ഞാനാണ് ആ പ്രാർത്ഥിക്കപ്പെട്ടയാൾ. കഴിഞ്ഞ 1,24,000 പ്രവാചകന്മാരുടെയും കണ്ണികളിൽ അവസാനത്തേതായ ഏതാണ്ട് അന്ത്യപ്രവാചകരായി വരുന്ന എന്റെ മുൻപ് ഈ ലോകത്ത് കഴിഞ്ഞു പോയ എന്റെ ഒരു സഹോദരൻ ബനൂ ഇസ്രായേലിലേക്കുള്ള അവസാനത്തെ പ്രവാചകരാണ്. ബനൂ ഇസ്രായേലിലേക്കാണ് 1,00,000 നബിമാരെ അല്ലാഹു തആല 1,24,000 നിന്ന് 1,00,000 പേരെയും അല്ലാഹു തആല അയക്കുന്നത് ബനൂ ഇസ്രായേൽ എന്ന ഇസ്രായേലിയർക്കാണ്. ആ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട 1,00,000 ദൂതന്മാർ, ബാക്കി 1,400,000 പുറം ലോകത്തിലുള്ളൂ. ഈ ഇസ്രായേലിയരാകുന്ന ആ വിഭാഗത്തിൽ എന്തിനാണ് അവരെ ഇങ്ങനെ സംസ്കരിക്കേണ്ടത്? ഇസ്ലാമിന്റെ പ്രചാരണത്തിന്, ഇസ്ലാമിന്റെ തെളിവിന്, വേദങ്ങളുടെ നിലനിൽപ്പിന്, ഖുർആനിന്റെ സത്യതക്ക്, ഇതിനെല്ലാം നിമിത്തമായി അല്ലാഹു ഒരുക്കുന്നതാവിത്. അതിലെ അവസാനത്തെ പ്രവാചകരായ ഈസാ നബി അലൈഹിസ്സലാം, വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എന്റെ ശേഷം വരുന്ന ഒരു റസൂലിന്റെ സുവിശേഷകൻ മാത്രമാണ് ഞാൻ. നിങ്ങളിലേക്ക് ബനൂ ഇസ്രായേലിലേക്ക് ഒരു റസൂലാകാം, പക്ഷെ ഈ ലോകത്തെല്ലാവരിലേക്കുമായി ആലമീൻ എന്റെ റസൂലായ, ഈ ലോകത്തിന്റെയും ലോകങ്ങളുടെയും റസൂലായ, പരലോകത്തിന്റെ റസൂലായ, സ്വർഗത്തിന്റെ റസൂലായ, നരകത്തിന്റെ റസൂലായ, അർശിന്റെ റസൂലായ, കുർസിയുടെ റസൂലായ, മുഖറബായ മലക്കുകളുടെ റസൂലായ, അചേതന വസ്തുക്കളുടെ റസൂലായ, എല്ലാതിന്റെയും റസൂലായ ഒരു റസൂലിനെ കൊണ്ട് ഞാൻ സുവിശേഷകനായി വന്നതാണ്. എന്റെ ശേഷം ഇനി ആ ഒരു റസൂലേ വരുന്നുള്ളൂ. ആ മോരുടെ പേരെന്തോ? ഇസ്മുഹു അഹ്മദ്. അഹ്മദ് എന്നാകുന്നു അവരുടെ പേർ. ഇത് ഖുർആനിൽ വ്യക്തമല്ലേ? ഈസാ നബി അലൈഹിസ്സലാം അന്ന് സുവിശേഷം അറിയിച്ചതായി ഖുർആൻ വ്യക്തമാക്കിയ ബിശറാത്തുണ്ടല്ലോ, ആ ബിശാറത്താണ് ഞാൻ. എനിക്ക് ജന്മം നൽകിയപ്പോൾ എന്റെ ഉമ്മ ഞാൻ പിറവി കൊള്ളുമ്പോൾ അവരുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ കണ്ട ഒരു മഹാകാഴ്ചയുണ്ട്, ഒരു വലിയ വെളിച്ചം. അവരിൽ നിന്നും പുറപ്പെട്ട് ലോകത്താകെ പ്രസരിച്ച് ലോകത്തിന്റെ അഷ്ടദിക്കുകളും ശോഭ പരത്തി. ബുസ്റ നഗരം തന്നെ കണ്ടു, അവിടത്തെ ചുമന്ന കെട്ടിടങ്ങൾ കണ്ടു, കൊട്ടാരങ്ങൾ കണ്ടു. ഷാമിലെ മണ്ണിലുള്ള ബുസ്റ കണ്ടു. ആ ബുസ്റയുടെ നഗരത്തിന്റെ ഷാമിന്റെ മണ്ണിലേക്കാണ് മുത്തനബി വസുബത്തിലേക്ക് പോയിരിക്കുന്നത്, ബൂക്കിലേക്ക്. അവിടെ തിരിച്ചു വന്ന സന്ദർഭത്തിലാണ് അബ്ബാസ് എന്നവർ ഉണർത്തുന്നത്, ഭൂമിയാസകലം വന്ന് പ്രവേശിച്ചു. ഈ പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളാകെയും ശോഭ കണ്ടു. ലോകമാസകലം പ്രഭാപൂരിതമായി അങ്ങ് പിറന്നപ്പോൾ ആ പരന്ന പ്രശാസമില്ലേ, നൂരി വസുബുലിർ റശാദി നഖ്തരിഖൂ.
അന്നത്തെ ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ന് അങ്ങായി പറഞ്ഞിട്ടുള്ള നൂറേ, ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വെളിച്ചത്തിന്റെ മാർഗമായി അങ്ങ് ഞങ്ങൾക്ക് പകർന്നു തരുന്നിട്ടുള്ള രക്ഷയുടെ സമാധാനത്തിന്റെ മാർഗമില്ലേ, മോചനത്തിന്റെ മാർഗമില്ലേ, ഏതു കാര്യത്തിനുമുള്ള രക്ഷയുടെ മാർഗമില്ലേ, ആ സലാമിന്റെ മാർഗങ്ങളിലാണ് ഞങ്ങൾ കീറിക്കടന്ന് മുന്നോട്ട് പോകുന്നതെന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ വിവരിക്കുമ്പോൾ ആരംഭ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ ശരിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചുകൊണ്ട് സ്വഹാബാക്കളൊക്കെയും അത് കേൾക്കുന്ന സ്വഹാബികളൊക്കെയും സന്തോഷിക്കുകയാണ്, ആഹ്ലാദിക്കുകയാണ്. നമ്മള് മങ്കൂസ് മൗലിദിലും ഷറഫല്ലന മൗലിദിലും നമ്മളെ മൗലിദുകളിലും പറഞ്ഞു വരുന്നത് എന്നെ പറഞ്ഞു. ഇതിന് തെളിവെന്നോടി നിൽക്കുക. മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഹാക്കിം റളിയല്ലാഹു അൻഹു ഇവരൊക്കെ നിവേദനം ചെയ്ത ഹദീസാണ്. യുദ്ധചരിത്രം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ചരിത്രം നടന്ന സംഭവവും ആ നടന്ന സംഭവത്തിൽ നടന്ന ഓരോന്നും ഒപ്പിയെടുക്കുന്ന ആളുകൾ ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തുന്നതും എന്നും സ്മരിക്കപ്പെടുന്നതും ഓർക്കപ്പെടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രമാണങ്ങളുടെ ബലം പോലും നോക്കേണ്ടതില്ല എന്നാണ് ലോക പണ്ഡിതന്മാരുടെ ഏകോപനം, ഹദീസ് പണ്ഡിതന്മാരുടെ ഏകോപനം. താരീഖ്, ആ താരീഖിന്റെ ഭാഗമാണ് യുദ്ധചരിത്രത്തിന്റെ ഭാഗം. ആ ഭാഗത്ത് അബ്ബാസ് എന്നവർ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആ നൂർ ഓർക്കുക. സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല വെച്ച കുന്തു നൂറൻ ബൈന യദയില്ലാഹി ഖബ്ല അൻ യഖ്ലുഖ ആദം ബിഅൽഫി ആം. 2000 കൊല്ലം മുൻപ് ആദം നബി അലൈഹിസ്സലാമിനെ മനുഷ്യനായി പടക്കുന്നതിന്റെ 2000 കൊല്ലം മുൻപ് ഞാനെന്ന വെളിച്ചം അല്ലാഹുവിന്റെ തിരുമുൻപിലാണ്. യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂർ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹിഹി. ഈ നൂറ്, ഞാനെന്ന നൂറിന്റെ ദൗത്യം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ സകല ഗണങ്ങളെയും സൃഷ്ടികളെയും അള്ളാഹു പടച്ചത് അള്ളാഹനെ തസ്ബീഹ് ചെയ്യാനാണല്ലോ. അവയെല്ലാറ്റിന്റെയും സംസ്കീർണം, അടിസ്ഥാന ഗണം എന്ന നിലക്ക് ഞാനായിരുന്നു ആ ദൗത്യം സ്വന്തമായി നിർവഹിച്ചിരുന്നത്. അള്ളാഹുവിന്റെ തിരുമുൻപിൽ ഞാൻ തസ്ബീഹ് ചൊല്ലുമ്പോൾ മനുഷ്യർക്ക് മുമ്പ് അള്ളാഹു തആല പടച്ചിട്ടുള്ള വർഗമാണ് എന്റെ നൂറിൽ നിന്ന് മലക്കുകൾ. ആ മലക്കുകൾ എന്റെ കൂടെ തസ്ബീഹ് ചൊല്ലും. അടിസ്ഥാനവും അസുലും തസ്ബീഹ് ചൊല്ലുമ്പോ അതിൽ നിന്ന് പിരിഞ്ഞു വന്ന മലക്കുകൾക്ക് തസ്ബീഹ് ചൊല്ലാതിരിക്കാൻ കഴിയില്ലല്ലോ. ആദം നബി അലൈഹിസ്സലാമിനെ മനുഷ്യന്റെ ആദിമ രൂപമായി അല്ലാഹു തആല മണ്ണുകൊണ്ട് കുഴച്ചിട്ട് പ്രത്യേക പദാർത്ഥത്തിന്റെ പടപ്പായി മനുഷ്യന്റെ സുന്ദര രൂപത്തിൽ പടക്കുമ്പോൾ ആ പടക്കുന്ന സമയത്ത് അതിനു വേണ്ടി കുഴക്കിയത് ആ നൂറാണ് പിന്നീട് കപ്പലിൽ കയറിയത്. ഫീ സുൽബി നൂഹ്, ഫീ സുൽബി ഇബ്രാഹിം അല്ലേ നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും മുതുകുകളിലൂടെ ഒഴുതി തർക്കബുസ്സഫീൻ, ആ കപ്പലിൽ അങ്ങാണ് ഇറങ്ങിയത്, അങ്ങാണ്. തുൻഖലു മിൻ സ്വാലിബിൻ ഇലാ റഹിമി, നല്ല 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 മുതുകുകളിൽ നിന്ന് മിനൽ അസ്ലാബി ത്വാഹിറ ഇലൽ അർഹാമി സകിയത്തിൽ ഫാഹിറ ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയാ അലാ അസ്ഫാഹിൻ ഖത്ത്. നമ്മൾ മങ്കൂസ് മൗലിദിന്റെ ഒന്നാമത്തെ ആദ്യത്തെ ഹികായത്തായി വായിക്കുന്ന ഭാഗമാണ് ഈ ഹദീസ്. ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മൊഴിയിലുള്ളതും പഠിപ്പിക്കപ്പെട്ടു വരുന്നതും വിശ്വസിച്ച് അംഗീകരിച്ചു വരുന്നതും നമ്മൾ തലമുറകൾക്ക് കൈമാറി വരുന്നതും ലോകത്തിന്റെ ഉൽപ്പത്തിയുടെ ബാലപാഠമായി സുന്നി മദ്രസകളിൽ എല്ലാം ഇന്നും മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭാഗമാണ്. ആ ഭാഗത്തിൽ പറഞ്ഞ നൂറാണ് മുത്തുനബി. അന്ന് നബിയായി വന്നപ്പോഴുള്ള വെളിച്ചമല്ല അബ്ബാസ് എന്നോർ പ്രശംസിക്കുന്നത്. നബി തങ്ങളെ പ്രശംസിക്കാന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ആണെങ്കിൽ പ്രശംസിക്കുന്നത് ഇള്ളിയിലും കുറച്ച് കൂട്ടി പറഞ്ഞാൽ പ്രശംസ എന്ന് ഉപയോഗിക്കാം. ഇള്ളിയിലും കുറച്ച് കൂട്ടി പറയല്ലോ, അത് നമ്മൾ വർണ്ണിച്ചാൽ നമ്മൾ വർണ്ണിക്കുമ്പോഴൊക്കെ വർണ്ണന ലേശൊന്നും കൂടിയിട്ടില്ലെങ്കിൽ, അതിശയോക്തി ഇല്ലെങ്കിൽ വർണ്ണനയില്ല, സാഹിത്യമില്ല. അമിതോക്തി ഇല്ലെങ്കിൽ വർണ്ണനയില്ല. ഒരൽപ്പം കൂട്ടി പറഞ്ഞെങ്കിലേ വർണ്ണന. ഉള്ളു പോലെ പറഞ്ഞാൽ എന്തെങ്കിലും സാഹിത്യ. ഇപ്പൊ സാഹിത്യമാകണമോ ഉള്ളതിലൊരൽപ്പം പൊടിപ്പും തൊങ്ങലും വെച്ച് ഭംഗി കൂട്ടി കലാപരമായി അവതരിപ്പിക്കണം. അപ്പൊ ലേശം സൂര്യൻ, ചന്ദ്രൻ, ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ. ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ, ആ പ്രകാശമാകുന്ന തങ്ങളിലാണ് ഞങ്ങൾ. അതുതന്നെയാണ് റഷാദിന്റെ മാർഗമായി 40 വയസ്സ് പൂർത്തിയാക്കിയപ്പോൾ
അങ്ങേക്ക് അല്ലാഹു തആല വഹീ നൽകിക്കൊണ്ട് അല്ലാഹു തആല അങ്ങയോടുകൂടെ അവതരിപ്പിച്ച അല്ലാഹുവിന്റെ തന്നെ കലാമായ ഒരു മഹാനൂറുണ്ട്. വന്നൂറല്ലദീ ഉൻസില മഅഹു, നബിയോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട നൂർ. ആ നൂറാണ് ഖുർആൻ. ആ ഖുർആനിൽ നിന്ന് ലഭ്യമാകുന്ന സുബുലുർ റശാദും അങ്ങയുടെ നൂറാണ്, അങ്ങ് കൊണ്ടുവന്ന നൂറാണ്, അങ്ങേക്ക് അവതരിച്ച നൂറാണ്. ഖദ് ജാഅകും മിനല്ലാഹി നൂറും വകിതാബും മുനീർ. മഹാമനുഷ്യരെ, നിങ്ങൾക്കിതാ അല്ലാഹുവിൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു നൂറുൻ, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വെളിച്ചം, വകിതാബും മുനീർ, ശോഭയുള്ള തിളക്കമുള്ള പ്രശോഭിക്കുന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന സത്യവേദം എന്ന വെളിച്ചവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. രണ്ട് വെളിച്ചമാണ് അള്ളാഹു പറയുന്നത്. ഒന്ന് നൂർ, മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് വേദമല്ല. അള്ളാന്റെ റസൂലിനെ നൂറ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്തവർ അതിനും പറയും ഖുർആൻ. അതിനെ ഖുർആൻ പറഞ്ഞാൽ പിന്നെ കിതാബും മുനീർ എന്നതിന് അർത്ഥം ഉണ്ടാവില്ല. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നും നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിശ്ചയം നൂർ, അല്ലാഹു തആലാന്റെ വെളിച്ചമാകുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വകിതാബും മുനീർ, ആ നൂറിനെ കൊണ്ട് ശോഭയേകുന്ന അല്ലാഹുവിന്റെ വേദവും. വേദവും നൂറും എന്ന് പറയണമെങ്കിൽ രണ്ടും രണ്ടാവണ്ടേ? നിശ്ചയം ജയ്ദും അംറും ബക്കറും മുഹമ്മദും എന്ന് പറയുന്ന മാതിരി രണ്ടാവണം. ആ രണ്ട് തന്നെയാണ് അല്ലാഹ് പറയുന്നത്. വേദവും മുത്തുനബിയും, ഈ രണ്ട് നൂറുമാണ് അള്ളാഹുവിന്റെ റസൂലിനായി റസൂലിനോടൊപ്പമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് അബ്ബാസ് നൂർ പറഞ്ഞ ആ നൂറാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവെളിച്ചം. അവിടെ നിന്ന് കൊണ്ടുവന്ന നൂറാണ് അള്ളാഹുവിന്റെ വേദമാകുന്ന സത്യവേദവും അതിന്റെ വിശദീകരണമായ മുത്തുനബിയുടെ ജീവിതവും. ഈ ജീവിതം ജാഹിലിയ്യത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാനും, ജാഹിലിയ്യത്തിന്റെ എല്ലാ തമസ്സുകൾക്കും അന്ധകാരങ്ങൾക്കും അതിനുള്ള പരിഹാരമാകാനും, അതിനുള്ള ഏറ്റവും വലിയ മറുമരുന്നാകാനും, അതിന്റെ നശീകരണമാകുന്നതിനും ഉന്മൂലനാശിനിയാകുന്നതിനുമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻപ് 6 നൂറ്റാണ്ട് ലോകം മഹാന്ധകാരത്തിലായി. പൂർവകാല പ്രവാചകന്മാരുടെ വെളിച്ചത്തിന്റെ തിരുശേഷിപ്പുകൾ സമൂഹങ്ങളിലായി അങ്ങെങ്ങുണ്ടായിരുന്നുവെങ്കിലും വ്യക്തമായ ഒരു പ്രകാശം ഒന്നുമില്ല. വിശ്വാസത്തിൽ വ്യക്തതയുള്ള പ്രകാശമില്ല, ആചാരങ്ങളിൽ വ്യക്തതയുള്ള പ്രകാശമില്ല, ഒരു സമൂഹത്തിൽ വ്യാപകമായി ഒന്നുമില്ല. ഒറ്റപ്പെട്ട ചില വ്യക്തികൾ ഏതെങ്കിലും നബിമാരിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചത്തിന്റെ ചെറിയ അംശങ്ങളുമായി ഉത്സാഹമുണ്ടോ കർമ്മം ദുഷിച്ച്, കർമ്മമുണ്ടോ വിശ്വാസം ദുഷിച്ച്, ഈ രീതിയിൽ വ്യക്തമായൊരു വെളിച്ചമോ വെളിച്ചത്തിന്റെ ഒരു ശരിയായ പ്രമാണമോ ഇല്ലാതെ 6 നൂറ്റാണ്ട് പറഞ്ഞ കാലം കണക്കൂട്ടിയൊക്കെയാണ്. ഒരു നൂറ്റാണ്ട് ഒരു ഉപദേശിയുമില്ലാതെ, ഒരു വഴികാട്ടിയുമില്ലാതെ, പരിഹാരം പറയുന്ന ഒരു മുസ്ലിയാരില്ലാതെ, ഒരു ആലിമില്ലാതെ ഈ മുസ്ലിം സമൂഹം ഒന്നിച്ചു നിന്നാൽ എന്തിരിക്കും ഈ സമൂഹത്തിന്റെ സ്ഥിതി? സമുദായങ്ങളില്ലാത്ത ഒരു കാലം, ഒരൊറ്റ നൂറ്റാണ്ട്. ഒരു നൂറ്റാണ്ടിൽ ഏതാണ്ട് 2-3 തലമുറകൾ കടന്നുപോകും. 40 കൊല്ലം കൊണ്ട് അത്യാവശ്യം ഒരു മനുഷ്യന്റെ തലമുറ കടന്നുപോകും. ആ തലമുറയുടേതായ ശേഷിപ്പുകളും അതിൻ്റെതായ ആവർത്തനവുമാണ് തൊട്ടടുത്ത കൊല്ലത്ത് പിന്നെ വരിക. ഇപ്പൊ 60 വയസ്സായവർക്കറിയാം നമ്മൾ കുട്ടിക്കാലത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് തിന്മകളായി ഇപ്പൊ രണ്ടാമത് വരുന്നത്. ഭാഷയാവട്ടെ മറ്റെന്താവട്ടെ, സംസ്കാരമൊക്കെ അങ്ങനെയാണ്. എന്റെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോ സപ്തദിന പ്രഭാഷണം, പഞ്ചദിന പ്രഭാഷണം, ചതുർദിന പ്രഭാഷണം എന്നൊക്കെയായിരുന്നു അന്നൊക്കെ. നല്ല ഭാഷയായിട്ട് എഴുതുക. നോട്ടീസൊക്കെ ഞാനൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോട്ടീസൊക്കെ എഴുതുന്ന കാലത്ത് ഈ സംസ്കൃതത്തിന്റെ ഭാഷയും കൂടി കൂട്ടിയിട്ട് എഴുതുക. അങ്ങനെ എഴുതിയാൽ എന്താ നോട്ടീസിനോട് പൗടി കൂടും. ഓ, ഇതൊക്കെ കൊള്ളാവുന്ന ആളുകൾ എഴുതിയതാണ്, വിവരമുള്ള ആളുകൾ എഴുതിയതാണ്. അതായിരുന്നു അന്ന്. അത് പിന്നെ അങ്ങോട്ട് മോശമായി പോയി. ജനങ്ങൾക്ക് അതോട് വെറുപ്പായി തോന്നി. തിരിയുന്ന ഭാഷയല്ലേ പറയേണ്ടത്, മനസ്സിലാകുന്ന ഭാഷയല്ലേ പറയേണ്ടത്. എന്തിന് കണ്ടവന്റെ സംസ്കൃതം നമ്മൾ പേറണമെന്നായി. അങ്ങനെ അതൊക്കെ പോയി. രണ്ടാമത് ഇപ്പോ തിരിച്ചു വന്നില്ലേ? അതിന് വരുന്നു. ഒരു 10-40 വർഷം കഴിയുമ്പോൾ പണ്ടത്തെ തന്നെ തിരിച്ചു വരും. ജാഹിലിയ്യത്ത് എല്ലാം അങ്ങനെയാണ്. എല്ലാ ജാഹിലിയ്യത്തും, അത് ജാഹിലിയ്യത്ത് സംസ്കാരത്തിന്റെ ജാഹിലിയ്യത്താവട്ടെ, സ്വഭാവത്തിന്റെ ജാഹിലിയ്യത്താവട്ടെ, ആചാരങ്ങളുടെ ജാഹിലിയ്യത്താവട്ടെ, വാക്കുകളുടെ ജാഹിലിയ്യത്താവട്ടെ,
മൊഴികളുടെ ജാഹിലിയത്താവട്ടെ, ജീവിതത്തിന്റെ ജാഹിലിയത്താവട്ടെ, മനസ്സിലെ വിശ്വാസത്തിന്റെ ജാഹിലിയത്താവട്ടെ, ഏത് തരത്തിലുള്ള ഇരുട്ടിന്റെ ജാഹിലിയത്തുകളും വ്യാപകമായി ലോകം മുച്ചൂടും ഒരു വഴികാട്ടിയില്ലാതെ, ഒരു പ്രവാചകനില്ലാതെ, ഒരു പ്രവാചകന്റെ ശരിയായ അനുയായി ഇല്ലാതെ, അവരുടെ ധർമ്മോപദേശത്തിന്റെ കലർപ്പില്ലാത്ത ഒരു കണിക പോലും ശേഷിക്കാതെ ഈ ലോകം 6 നൂറ്റാണ്ട് ഘനഘനാന്ധകാരത്തിലിരിക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ഇത് വെറുതെയാണോ? അല്ലാഹു തആലാന്റെ ഈ കാത്തിരിപ്പ്? കഴിഞ്ഞകാല പ്രവാചകന്മാരൊക്കെയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് കടന്നുപോയത്. ഈസാ നബിയുടേത് മാത്രം അല്ലാഹു ഖുർആനിൽ ഉദ്ധരിച്ചു വന്നേ ഉള്ളൂ. മമാദത് ഫത്റത്തും മിനർ റൂസുലി ഇല്ലാ ബശറത് ഖൗമഹാ ബികല്ലംബിയാഉ. ലോകത്തൊരൊറ്റക്കാലത്ത് ഒരു പ്രവാചകന്റെയും വേർപാടുണ്ടായിട്ടില്ല. നബി, അങ്ങയെക്കുറിച്ച് സുവിശേഷം അറിയിക്കാതെ, അങ്ങയുടെ ആഗമന വാർത്ത അറിയിക്കാതെ ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല എന്ന് മഹാനായ ഇമാം ബൂസിരി എന്നവർ ഖുർആനിന്റെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ പറഞ്ഞ അതുതന്നെയാണ് സത്യം. എല്ലാ നബിമാരും നബിയുടെ സുവിശേഷകരാണ്. ആ സുവിശേഷകരായി വന്ന നബിമാരെല്ലാം സുവിശേഷം അറിയിച്ച ആ മഹാമനീഷി, ആ തിരുവെളിച്ചം അല്ലാഹു തആലയിൽ നിന്ന് മനുഷ്യരൂപത്തിൽ വരുമ്പോൾ ആ രൂപം വരാൻ, അവിടുത്തെ ദൗത്യമുണ്ടാകാൻ, അവിടുത്തെ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 6 നൂറ്റാണ്ട് ഒരു താക്കീതുകാരന്റെയും മുന്നറിയിപ്പുകാരന്റെയും വെളിച്ചം ശേഷിക്കാത്ത കൊടും തമസ്, ഘനഘനാന്ധകാരം അല്ലാഹു തആല ഈ ഭൂമിയിൽ ഊട്ടിയുറപ്പിച്ചു, കട്ടിവെച്ചു. അതിനിടയിലാ മുത്തുനബി വരുന്നത്. എന്തിനാണിത്? ഇതിലും വലിയൊരു ജാഹിലിയത്ത് വരാനറിയിക്കാൻ. ഞാനിതൊക്കെ പറയുന്നത് പ്രത്യേകം നമ്മുടെ പ്രബോധക തലമുറയും, നമ്മുടെ സന്തോഷിക്കുന്ന, നമ്മൾ കുറെയൊക്കെ ബേജാറാകുന്ന ആളുകൾ, വായിക്കും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും എല്ലാ ലോകം അറിയാനുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ. അത് എല്ലാവർക്കും കണ്ടവർക്കൊക്കെ കിട്ടും. പണ്ടൊക്കെ ഏതെങ്കിലും പ്രത്യേക കൂട്ടരുടെ കയ്യിലായിരുന്നു. ഇപ്പൊ ഏത് മാമിയാളെ കയ്യിലുണ്ട് നമ്മളെ സാധനം. അതൊന്ന് കളക്കാനോ പിടിക്കാനോ കഴിയാൻ ആ ലോകം ഒട്ടാകെ കാണാം. ഇതിനിടയിൽ നടക്കുന്നതൊക്കെ ഇതിലറിയും. അപ്പൊ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായാൽ ആ വിവാദത്തിന് വലിയ ബഹളമാണ്, വലിയ ഘോഷമാണ്. അതിന്റെ ആളുകൾക്കിടയിൽ വമ്പിച്ച കോളിളക്കാം. അതുകൊണ്ട് വലിയ ചലനമുണ്ടാക്കാൻ കഴിയും, വലിയ നാശം ഉണ്ടാക്കാൻ കഴിയും. ആ തരത്തിലുള്ളത് വരുമ്പോ ഓരോ കാലത്ത് ഓരോന്ന് ചെറുപ്പട് വരാറുണ്ട്. മതത്തിൽ നിന്ന് ഉയർന്നേൽക്കും കുറെ ഫിത്തനക്കാർ പുതിയ പുതിയ വാദങ്ങളുമായി. മതത്തിനകത്തിരുന്ന് മുസ്ലിമീങ്ങളിൽ നിന്ന് പുത്തൻവാദികളോ, അതിലേറെ പുതുപുത്തൻവാദികളോ, തനി മോഡേണിസ്റ്റുകളോ, തനി പരിഷ്കാരികളോ ഒക്കെ ആയി പലരും വന്നു. പലരെയും നമ്മൾ അനുഭവിച്ചല്ലോ, കേട്ടല്ലോ. അവരൊക്കെ ഉണ്ടാക്കിയപ്പോഴുള്ള വിത്തനങ്ങൾ തന്നെ ഒരു വരുന്ന കാലത്ത് കൊണ്ട് കൂടും. ജനം ഒന്നായിട്ട് കേൾക്കാൻ ആളുകളൊന്ന് കൂടും. അതുകൊണ്ട് ഫസാദാകുന്നവർ ധാരാളം ഉണ്ടാകും. CN അഹമ്മദ് മൗലവി ഒന്നൊരു കാലത്ത് എന്റെ ഓർമ്മയിൽ വന്നപ്പോ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ അതാ ചേകനൂര് വരുന്നു. ഓരോരുത്തരും വരുമ്പോ ആയിരക്കണക്കിന് ശ്രോതാക്കൾ പറയുന്ന എന്താ നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തത്, 5 വഖത്ത് നിസ്കാരം. 5 വഖത്ത് നിസ്കാരം ഇല്ല, അങ്ങനെ 5 വഖത്തായി നിർവഹിക്കണം എന്നില്ല. 3 വഖത്തിന്റെ അകത്ത് ഈ 5 നിസ്കാരം നിർവഹിച്ചാൽ മതി. 3 നിസ്കാരേ 3 സമയമേ ഉള്ളൂ എന്ന വാദവുമായി വന്നപ്പോ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു. ആളുകളൊക്കെ അന്തം വിട്ടു, എന്തായി കേൾക്കുന്നത്. എന്നാൽ ദീനുമായിട്ട് ബന്ധമില്ലാത്തവരും എന്തു പറയുന്നതും കേൾക്കുന്നതും ഘോഷിക്കുന്നതും സന്തോഷിക്കുന്നവരുമായ കുറച്ചു കൂട്ടരുണ്ടാകും ഏത് കാലത്തും. അവർക്ക് വലിയ സന്തോഷമായി. മതത്തിൽ പിറന്നവരാവട്ടെ, മത കുടുംബത്തിലുള്ളവരാവട്ടെ, സിന്ദീഖുകൾ ഉണ്ടാകുമല്ലോ. ആ സിന്ദീഖുകൾക്കൊക്കെ മതനിരാസന്മാർ, ആ മതനിരാസന്മാർക്കൊക്കെ സന്തോഷം. ആ തരത്തിൽ വലത് കൊണ്ടാടി. അങ്ങനെ ഓരോരുത്തരും വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതത്തിന്റെ പുറത്തു നിന്ന് കുറെ കാലം ഓരോരുത്തർ വന്നു. യുക്തിവാദികളുടെ ക്യാമ്പിൽ പലപ്പോഴും നമ്മൾ കേരളത്തിൽ പേടിക്കേണ്ടതാ. വേറെ നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയും അതുണ്ടാവില്ല. കാരണം കേരളം സാക്ഷരമാണല്ലോ. സാക്ഷര കേരളത്തിനുള്ളിൽ സാക്ഷരതയുടെ അടിസ്ഥാനത്തിൽ വരുന്ന നാശങ്ങളും കുഫറുകളുമാണ് കാര്യമായിട്ട് വരിക. അപ്പൊ ശാസ്ത്രത്തിന്റെ പേരിലോ ശാസ്ത്രവിജ്ഞാനത്തിന്റെ പേരിലോ വരുന്നത് നിഷേധമാണ്. നിഷേധം എത്തിയാൽ യജമാനരായ റബ്ബിന്റെ നിഷേധം വരെ എത്തും. അതിന്റെ അപ്പുറത്തേക്ക് പോകില്ല. റബ്ബിന്റെ നിഷേധത്തിന്റെ അപ്പുറത്തേക്ക് ഞൊന്നും പോകാനില്ലല്ലോ. അപ്പൊ റബ്ബിന്റെ നിഷേധം വരെ എത്തുന്നിടത്തെത്തും. ഇതിനാ പിന്നെ നമ്മള് നിരീശ്വരത്വമെന്നോ യുക്തിവാദമെന്നോ നിർമ്മതത്വമെന്നോ എന്നൊക്കെ നമ്മൾ പറയുന്നൊക്കെ അവിടെ എത്തുമ്പോഴാ. അതുകൊണ്ട് കുറെ കാലത്ത് ഓരോരുത്തരും വരുന്ന കാലത്ത് കലാനാഥൻ എന്നൊരാൾ വന്നിരുന്നു. അയാളുടെ നല്ല പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തോടുകൂടി ആരെങ്കിലും വന്നപ്പോ അയാൾ
ആകെ നമ്മളെ സമൂഹത്തെയും സമുദായത്തെയും വിശേഷിച്ച് മലപ്പുറം ജില്ലയായിരുന്നു അയാൾ ആകെ ഇളക്കി മുറിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ, ചെറുപ്പക്കാർ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് 100 മക്കൾ പിന്നെ മഹല്ലുകളുടെ അടിസ്ഥാനത്തിൽ അവർ ബഹിഷ്കരിക്കുകയാണ് പിന്നെ ചെയ്തത്. മുസ്ലിം സമുദായം അവർ ബഹിഷ്കരിച്ചു. അങ്ങനെയാണ് പിന്നെ അവർ തിരിച്ചു കൊണ്ടുവന്നത്. ഒരു 100 ചെറുപ്പക്കാർ, 100 ചെറുപ്പക്കാരുണ്ടാകും. അങ്ങനെ വരികയാണ് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പിന്തുണയോടുകൂടെ യുക്തിവാദികൾ ഒന്നായിട്ട് വന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ കാലത്ത് വരുമ്പോ ഈ അത്ഭുതങ്ങളുടെ ഒക്കെ കൂടെ ആളുകൾക്ക് വരുമ്പോ ഇസ്ലാമിക പ്രബോധകന്മാരും പണ്ഡിതന്മാരും അനന്തൊന്ത് പ്രയാസപ്പെടും. നമ്മളെ ഈ തർക്കമൊക്കെ നിർത്താനായിക്കണ്, നമ്മളെ ഈ സംസാരമൊക്കെ നിർത്താനായിക്കണ്, ഇവിടുത്തെ ഈ സംഗതികളൊക്കെ പോക്കണം. അതിന്റെ ഒക്കെ അപ്പുറം വലുത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സംഭവങ്ങൾ. എന്താ സംഭവം? മതത്തിനെതിര്, അള്ളാഹ്ക്കെതിര്, റസൂലുള്ളാഹിക്കെതിര്, സ്വർഗത്തിനെതിര്, ഇതൊക്കെ അപ്പൊ വലിയ സംഭവം എന്ന നിലക്ക് ആകെ കൂടുതലൊക്കെ ബഹള. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ ഓരോരുത്തരും നമ്മൾ അതിനൊന്നും നല്ല നോക്കണ്ട്, ഇവരൊന്നും നോക്കണ്ടുണ്ട്, ശരിക്കൊരു മറുപടി പറയണ്ട്, ശരിക്കും എങ്ങട്ടാക്കേണ്ടതുണ്ട്. ഒരു കുസുറും പേടിക്കാനില്ല. നമ്മൾ ഏത് ലോകത്ത് വരാവുന്ന എന്ത് ജാഹിലിയത്തുണ്ടോ, വന്ന എന്ത് ജാഹിലിയത്തുണ്ടോ, പണ്ടത്തെ കാലത്ത് വന്ന ജാഹിലിയത്തിന്റെ ആവർത്തനമല്ലാതെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന പ്രയോഗം വളരെ സത്യമാണ്. ആ ദുഷിച്ച വീഞ്ഞല്ലാതെ, പുളിച്ച വീഞ്ഞല്ലാതെ ഒരു പുതിയ വീഞ്ഞുണ്ടാക്കാൻ കഴിയില്ല. വീഞ്ഞാണോ? അത് മുന്തിരിയിൽ നിന്ന് വരുന്ന ചാറല്ലേ? അത് പണ്ടത്തേതും ഇന്നത്തേതും വേറെയാണ്. പുതിയ മദ്യമാണെങ്കിലോ പുതിയ വീഞ്ഞാണെങ്കിലോ അത് വേറെ പുതിയ ചേരുവകൾ ഉണ്ടാകാന്ന് മാത്രം. പക്ഷേ ഫലം ഒന്നു തന്നെയാണ്. പണ്ടത്തെ വീഞ്ഞിന്റെ ഫലം തന്നെയാണ് ഇന്നത്തെ മദ്യത്തിന്റെ ഫലവും. കാലങ്ങൾ മാറാം, മാറുമ്പോൾ പേരുകൾ മാറാം, പേരുകൾ മാറുന്ന വസ്തുക്കളുടെ യാഥാർത്ഥ്യങ്ങളും മാറാം, അതിന്റെ ചേരുവകളും മാറാം. അപ്പൊ പേരും മാറുമല്ലോ. ആ വിധത്തിലൊക്കെ പോകാം. പക്ഷേ പണ്ടത്തെ നമ്മുടെ പണ്ഡിറ്റ് നെഹ്റുജി, ആ നെഹ്റുവിൻ്റെതായ ചരിത്ര പുസ്തകത്തിൽ വളരെ വ്യക്തമായി അന്നേത്തെ ശതകങ്ങളെ കുറിച്ച്, 5-6 നൂറ്റാണ്ടുകളെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അന്ന് ഇന്ത്യയുടെ ഭാഗം എങ്ങനെയായിരുന്നുവെന്ന്. മഹത്തായ പാരമ്പര്യം, സഹസ്രക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള രാജ്യമല്ലേ, സംസ്കാരത്തിന്റെ പാരമ്പര്യമുള്ള രാജ്യമല്ലേ ഭാരതീയയുടെ അവകാശവാദം. ആ അവകാശവാദം വെച്ചുകൊണ്ട് ഭാരതീയ സംസ്കാരത്തിന്റെ നിലപാട് അന്ന് നെഹ്റു പറയുന്നുണ്ട്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇന്നത്തെ ഇന്ത്യയുടെയും ഭാരതത്തിന്റെയും സ്ഥിതിയാണെങ്കിൽ, സിന്ധിന്റെ സ്ഥിതിയാണെങ്കിൽ, മറ്റേത് ലോകത്തിന്റെ ഭാഗത്തിന്റെയും സ്ഥിതി പടു ജാഹിലിയത്തിലാണ്. ആ ജാഹിലിയത്തിലാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുതുന്നത്. അവിടെ യുക്തിവാദത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് ഖുർആൻ 2 വെളിച്ചത്തിലും പരാമർശമുണ്ട്. പക്ഷെ ചെറിയൊരു നേർത്ത പരാമർശം. അതങ്ങനെ പരാമർശിക്കാനേ ഉള്ളൂ എന്നതിന്റെ അർത്ഥം. ഈ യുക്തിവാദിയുടെ കാലിൽ ഒന്ന് കടുത്തൊരു വേദന വന്നാൽ അവന്റെ യുക്തിവാദം കടന്നു കൊടുക്കും. അറിയാത്തൊരു വേദന, ചെറിയൊരു വേദന മതി. ഒരു നിപോ പനിയുടെ പ്രശ്നം വന്നാൽ യുക്തിവാദി കടന്നു കൊടുക്കും. കാരണം അള്ളാഹു ഇല്ല, മതമില്ല, ദീനില്ല, ദൈവമല്ല എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയില്ല എന്ന് പറഞ്ഞാൽ ആ വാദത്തിന് തെല്ല് ആയുസേ ഉള്ളൂ. വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നത്. ഒരു മനസ്സിലേക്കും അത് ശരിക്കും തറച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും വരുന്ന സമയത്ത് ഒരു പ്രകടനമായി നമ്മൾ കാണാത്ത എന്തെങ്കിലും ഒരു ശക്തിന്റെ അപ്പുറം ഒരു ശക്തി ഉണ്ടാവൂലേ, ആ ശക്തി ആരും പറയാതിരിക്കൂല, ഓർക്കാതിരിക്കൂല, സ്മരിക്കാതിരിക്കൂല. അതുകൊണ്ട് അതിൽ കുറഞ്ഞ നേരത്തെ ആയുസുള്ളൂ. ഒറ്റ പരാമർശ അല്ലാഹു തആല മാ യുഹ്ലികുനാ ഇല്ലദ്ദഹർ. ഒരു കൂട്ടം അവിശ്വാസികൾ പറഞ്ഞു, കാലമാണ് നമ്മളെ നശിപ്പിക്കുന്നതും ജനിപ്പിക്കുന്നതും ഒക്കെ. കാലം കൊണ്ടാണ് മനുഷ്യൻ ജനിക്കുന്നത്, കാലം കൊണ്ടാണ് മനുഷ്യനൊക്കെ ഉണ്ടാകുന്നത്. അതായത് നീ പറയുന്നത് തന്നെ ഇതൊന്നൊരു പുതിയ ഭർത്താവുണ്ടാക്കിയതല്ല, ഒരു സൃഷ്ടിയല്ല. കാലത്തിന്റെ പ്രയാണങ്ങൾക്കിടയിൽ, സഞ്ചാരത്തിനിടയിൽ, ചക്രമണത്തിനിടയിൽ, ആ ചക്രത്തിനിടയിൽ അങ്ങനെ കാലചക്രങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോ ചലനത്തിനിടയിൽ ഉണ്ടായിത്തീർന്ന പലത്. ഈ പ്രപഞ്ചം അങ്ങനെ ഒരു പൊട്ടിത്തെറിയിൽ നിന്നുണ്ടായി. അങ്ങനെ ഉണ്ടായത് ആ സൃഷ്ടാവൊന്നുമില്ല എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കിയാൽ എന്തുതരം ജാഹിലിയത്ത് ഏത് പരിഷ്കൃത യുഗത്തിൽ, ഇനി പരിഷ്കൃത യുഗത്തിൽ വരാനിരിക്കുന്നതാവട്ടെ, അന്ത്യനാൾ വരാനിരിക്കുന്നത് വരെയുള്ള ദൂഷിച്ച ആചാരങ്ങൾ അത്രയും, മടമണ്ടൻ ചിന്താധാരകൾ അത്രയും, എല്ലാ വിഡ്ഢിത്തങ്ങൾ അത്രയും, എല്ലാതരം അന്ധവിശ്വാസങ്ങൾ അത്രയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതരണ കാലത്ത് 6 നൂറ്റാണ്ട് ലോകം അനുഭവിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഒക്കെ പരിഹാരമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിന്റെ ഒക്കെ നിഷേധവും നിരാകരണവുമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാചകം. ആ വെളിച്ചം മതി നമുക്ക്.
ആ വെളിച്ചം കൊണ്ട് ഇതൊക്കെ പോവും. പക്ഷെ ആ വെളിച്ചം 40 വയസ്സാവുമ്പോഴുള്ള നുബുവത്തിന് കാത്തിരിക്കാതെ നിബിതങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ലോകത്ത് വരുന്ന ആ വെളിച്ചമുണ്ടല്ലോ, നുബുവത്തിന്റെ പ്രായത്തിന് മുൻപ് 40 വർഷം നിബിതങ്ങൾ മക്കയിൽ ജീവിച്ച ആ ജീവിത വെളിച്ചം മതി നമ്മ വഴികാട്ടാൻ. ആ ജീവിത വെളിച്ചത്തിന്റെ വിശുദ്ധിയോടെയാണ് പ്രവാചകത്വത്തിന്റെ തെളിമ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്ന് തെളിയുന്നത് ആ 40 വർഷത്തെ ജീവിതത്തിന്റെ ഓരോ പാഠങ്ങളും, ഓരോ സംസ്കാരത്തിന്റെ ഭാഗങ്ങളും, ഓരോ മൊഴിമുത്തുകളും, ഓരോ ചലനങ്ങളും നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹു ഒരുക്കിയ വെളിച്ചത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. പ്രമാണമാകുന്നതിന് നുബുവത്ത് വന്നിട്ടാ, ഖുർആൻ ഇറങ്ങിയിട്ടാ, സംഗതി ശരിയാണ്, വിശ്വസിക്കൽ നിർബന്ധമാകുന്നത് അപ്പോഴേ ഉള്ളൂ. ഈ നിർബന്ധം വരുന്നതിന് മുമ്പ് മരണപ്പെട്ടവരാരും അള്ളാഹുവിന്റെ ദീനിന്റെ ബാധകമായവരല്ല, മുക്കല്ലഫുകളല്ല. അത് ശരിയാണ്. പക്ഷേ നിബിതങ്ങൾ ജീവിച്ച ആ നുബുവത്തിന്റെ മുൻപത്തെ 40 കൊല്ലത്തെ തങ്ങളുടെ മൊഴികളെല്ലാം വിശുദ്ധമാണ്. ജീവിതമാസകലം വിശുദ്ധമാണ്, ചലനങ്ങളാസകലം വിശുദ്ധമാണ്. അതിന്റെ പാഠങ്ങൾ നമുക്ക് കിട്ടിയാൽ തന്നെ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ ദീനിന്റെ സപ്പോർട്ട് അതിനുണ്ട്, ദീനിന്റെ അംഗീകാരം അതിനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ വെളിച്ചത്തിലാണ് ഞങ്ങൾ നടക്കുന്നത് എന്ന് അബ്ബാസ് പറഞ്ഞു. അതാണ് പരിശുദ്ധ ദീൻ, അതാണ് അള്ളാഹുവിന്റെ ദീൻ. ആ ദീൻ എന്ന വെളിച്ചം അള്ളാഹു ഒരുക്കിയിട്ടുള്ള, ഇതിന്റെ വിധാതാവായി, വക്താവായി, പ്രബോധകരായി അള്ളാഹു ഒരുക്കിയിട്ടുള്ള ജീവിതം കാണിക്കാനാണല്ലോ. അതാണ്. പക്ഷെ ഈ വെളിച്ചവുമായി അവസാന കാലത്തിരിക്കുന്ന നമുക്ക് വലിയ ബന്ധമുണ്ട്, അതുമായി നമുക്ക് വലിയ കടപ്പാടുണ്ട്. ആ കടപ്പാടിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പോയിന്റുകൾ അല്ലാഹു തആല വിവരിക്കുന്ന ആയത്താണ് സൂറത്തു തൗബയുടെ അവസാനത്തിൽ ഉള്ള ആയത്ത്. ഈ ഞാൻ ഓതിയ ആയത്ത്, ലഖദ് ജാഅകും റസൂലുൻ, നമ്മൾ മഖൂസും വലുതിൽ ഓതുന്നുണ്ട്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ദുആയും കഴിയേണ്ടതുണ്ട്, സ്വലാത്തും കഴിയേണ്ടതുണ്ട്. ഞാൻ ഇതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ, റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടെ വർഗത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂൽ. നിങ്ങൾ ആ റസൂലിന്റെ വർഗമാണ്. റസൂലിന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? നബി തങ്ങൾ ഏതു വർഗക്കാരനാണ്, ഏതു വർഗത്തിൽ പിറന്നു എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? മനുഷ്യവർഗത്തിൽ. മരമല്ല, കല്ലല്ല, മുത്തല്ല, സൂര്യചന്ദ്രാദി ഗോളങ്ങളല്ല, തിളക്കം പലതുമാകാം, സൗന്ദര്യത്തിൽ നമ്മൾ വാഴ്ത്തി പറയുന്ന മയിലല്ല. അല്ലാഹു തആലാന്റെ റസൂൽ പിറന്നിരിക്കുന്നതും ജനിച്ചിരിക്കുന്നതും പ്രത്യക്ഷ ലോകത്തും മനുഷ്യനായി കൊണ്ടാണ്. ആ മനുഷ്യവർഗത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ. ഇവിടെ ഒരു റിപ്പോർട്ടും മറ്റൊരു ഖിറാഅത്തുണ്ട്, മിൻ അൻഫസികും, നിങ്ങളിൽ നിന്നുള്ള ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലയുള്ള, വീര്യപ്പെട്ട ഗോത്രത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ്. അപ്പോഴും മനുഷ്യവർഗത്തിലെ ഏറ്റവും മുന്തിയ വീര്യമുള്ള ഗോത്രത്തിൽ നിന്ന് വർഗം എന്ന നിലക്ക് നമുക്ക് പ്രൗഢിയുണ്ട്. ഇതല്ല ഉണർത്തുക, നിങ്ങളുടെ മഹിതമായ സ്ഥാനം, മനുഷ്യരെന്ന സ്ഥാനം, ആ സ്ഥാനത്തിന്റെ വലിപ്പം എവിടെ നിന്നാണ്? മലക്കുകളെക്കാൾ നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. നമ്മളൊരാൾ മലക്കുകളെക്കാൾ പുണ്യമുള്ളയാളാണോ? നമ്മളൊരാൾ മലക്കുകളെക്കാൾ പദവിയുള്ള ആളാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് മലക്കുകളെക്കാൾ മനുഷ്യന് പുണ്യം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരായിരുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനായിരുന്നെങ്കിൽ അതിന്റെ അപ്പുറം ഒരാളെയും ഇനി വർഗപരമായി കയറ്റാനില്ല. അവർഗത്തിൽ നിങ്ങൾക്ക് അല്ലാഹു തആല സ്ഥാനം നൽകിയിരിക്കുന്നു, ഇടം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ഒരാത്മബന്ധം തങ്ങൾക്കുണ്ട്. ഇങ്ങോട്ട് അള്ളാഹുവിന്റെ റസൂലിന് എന്റെ വർഗത്തിൽപ്പെട്ടവരെന്ന നിലക്കുള്ള ഒരു വർഗ സ്നേഹം നിങ്ങളെ കുറിച്ച് മുത്തനബിക്കുണ്ട്. ഒരു വർഗപരമായ വികാരം അള്ളാഹുവിന്റെ ഹബീബിന് നിങ്ങളെ കൊണ്ടുണ്ട്. വർഗപരമായ ഒരു ചിന്ത നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് തെല്ലു വിഷമമേൽക്കരുത്, അത് നബിക്ക് പ്രയാസകരമാണ്, സഹിക്കാൻ കഴിയാത്തതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മയുടെ കണിക കിട്ടുന്നുണ്ടോ, വംശം കിട്ടുന്നുണ്ടോ, അതിൽ അതീവ തൽപരനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർ എന്നുള്ള നിലക്ക് നമുക്ക് എന്താ വരുന്നത്? നമ്മളെ മക്കൾ എന്നുള്ള നിലക്ക് നമുക്ക് എന്താ വരുന്നത്? കുറച്ചും കൂടി പരിമിതമാവും നമ്മളത് എന്നേ ഉള്ളൂ. നമ്മൾ ആദ്യം നമ്മളെ മക്കളോടാണ് ഈ ബന്ധം. അതേസമയം മക്കൾ കഴിഞ്ഞാൽ പിന്നെ ജ്യേഷ്ഠാനുജന്മാര്, ഉമ്മ, ബാപ്പ, കൂട്ടുകുടുംബങ്ങളോട് ഏറ്റവും വലിയ ബന്ധം നമുക്ക് മക്കളോടാ വരുള്ളൂ. എന്റെ മക്കൾക്കാ ഞാൻ അധ്വാനിക്കുന്നത്,
ഉമ്മയും ബാപ്പാനോടും കൂടിയൊക്കെ ചില മക്കൾ പറഞ്ഞു പോകും, ഉമ്മ വാപ്പ നിങ്ങൾ എന്റെ കുട്ടിയേക്ക് കൊടുക്കണം കേട്ടോ, ഞാൻ മരിച്ചാൽ നിങ്ങൾക്കുള്ള ഓരി കൂടി കുട്ടിയേക്ക് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു പോകും. അല്ലെ ഇമ്മയും ബാപ്പി അവകാശികളായി കിടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ അവർക്ക് അവകാശം പോക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് കൊടുക്കാൻ ജീവിതകാലത്തുണ്ടല്ലോ ഒക്കെ ചെയ്തു. എന്തേ? നമ്മളിൽ നിന്ന് പിരിഞ്ഞ മക്കൾ, നമ്മളുടെ മക്കൾ ആരാണ്? ഈ മക്കളാണോ ഉമ്മയാണോ ബാപ്പയാണോ ആരാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് അറിയില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലാ തദുറൂന അയ്യുഹും അഖറബുലക്കും നഫ്ആ അബാഉക്കും വഅബ്നാഉക്കും ലാ തദുറൂന അയ്യുഹും അഖറബുലക്കും നഫ്ആ. നിങ്ങളുടെ പിതാക്കന്മാരാണോ നിങ്ങളുടെ ആൺകുട്ടികളാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട സമയത്ത് എന്ന് നിങ്ങൾക്ക് അറിയൂലാട്ടോ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടാണ് പിരിശം എന്ന് അല്ലാഹു തആല പറയുന്ന ആ പിരിശം നമ്മൾ ഏറ്റവും പിരിശപ്പെടും മക്കളെ. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ ബാപ്പ കുടുംബം ജ്യേഷ്ഠാന്മാർ, അത് കഴിഞ്ഞാൽ അതിന്റെ വികസിച്ച വേറൊരു കുടുംബം. ഈ കുടുംബമൊക്കെ കഴിഞ്ഞിട്ടാ പിന്നെ അകന്ന കുടുംബം, പിന്നെ നാട്ടുകാരായ കുടുംബം, പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് ഒതുങ്ങും. അള്ളാന്റെ പ്രവാചകന്മാരങ്ങനെയല്ല. പ്രവാചകന്മാർക്ക് മനുഷ്യ മക്കൾ എല്ലാവരും, നിയോഗിത സമൂഹം എല്ലാവരും തന്റെ വിശാലമായ കുടുംബമാണ്. ഒരൊറ്റ പ്രവാചകനും ഒരു സ്വത്തും മക്കൾക്ക് വേണ്ടി ഒഴിച്ചിട്ട് പോയിട്ടില്ല. അവർ ഒഴിച്ചിട്ടതെല്ലാം ലോകത്തിനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലുമാണ് നഹ്നു മആശറൽ അംബിയാ, ഞങ്ങൾ അമ്പിയാക്കന്മാരുടെ സമൂഹം, ഞങ്ങൾ ഒഴിച്ചിട്ടതൊന്നും മക്കൾക്കല്ല, ഞങ്ങൾ ഒഴിച്ചിട്ടുള്ള എല്ലാതും സമൂഹത്തിനുള്ളതാണ്, ഞങ്ങളുടെ നിയോഗിത സമൂഹത്തിനുള്ളതാണ്. അപ്പൊ അതാണ് അവരുടെ മക്കൾ. അവരുടെ പിതാവാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മക്കൾക്ക് വേദനയുണ്ടാകുന്നത് പിതാക്കന്മാർക്ക് സഹിക്കില്ലല്ലോ. മക്കൾക്ക് എന്ത് നേട്ടം വരുന്നു? പിതാവാണെങ്കിൽ ആർത്തിയാണല്ലോ. ഇതാണ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ വാലിദാണ്, ഞാൻ നിങ്ങളുടെ വാലിദാണ്. ഉഅല്ലിമുകും കമാ യുഅല്ലിമുൽ വാലിദ്, പിതാവ് പഠിപ്പിക്കുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് അധ്യാപനം ചെയ്യും. അങ്ങനത്തെ ഒരു അധ്യാപകനായ പിതാവാണ് ഞാനെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അന്ത ഉമ്മുൻ അബു, അല്ലാഹുവിന്റെ റസൂൽ ഉമ്മയാണ്, റസൂലുള്ളാഹി തങ്ങൾ ബാപ്പയാണ്. ആ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർഗ്ഗമാണ് നിങ്ങൾ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വിശ്വാസികൾ എന്ന നിലക്ക് ആ വിശ്വാസികളോട് അല്ലാഹുവിന്റെ റസൂലിന് പരമറഉഫത്തും ദയയുമാണ്. ആഖിറത്തിൽ രക്ഷിപ്പാൻ, പരലോകത്ത് രക്ഷിക്കാനുള്ള ദയ, അവിടെ ഉപകാരപ്പെടുന്ന ദയ. റഹീം, ആഖിറത്തിൽ നിങ്ങൾക്ക് ആപത്ത് ഏൽക്കുന്നതിനുള്ള ദയ, നിങ്ങൾക്ക് നേട്ടം കിട്ടുന്നതിന് വേണ്ടിയുള്ള ത്വര. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വഭാവമാണ്. അന്നബിയാണ് നിങ്ങൾക്ക് വന്നത് മാനവരെ എന്ന് മനുഷ്യ മക്കളെ വിളിച്ച് അല്ല പറയുമ്പോ വിശ്വാസികളും അവിശ്വാസികളും അടക്കമുള്ള നബിയുടെ ദഅവത്തിന്റെ ഉമ്മത്തായി എണ്ണപ്പെടുന്ന സകലലോക മനുഷ്യർക്കും സകലലോക ജിന്നുകൾക്കും എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂലിനോട് കടപ്പാടുണ്ടെന്നുണർത്തുമ്പോ നബിയുടെ വർഗം എന്ന നിലക്കുള്ള നമ്മുടെ കടപ്പാട് അല്ലാഹു പ്രത്യേകം ഉണർത്തുകയാണ്. മനുഷ്യവർഗം, നബി മനുഷ്യരാണല്ലോ, അതിനാ നിങ്ങൾ വന്നത്. ആ വന്നവരെന്ന നിലക്ക് അതിൽ നിങ്ങളെ പെടുത്തിയതിന് നിങ്ങൾക്ക് ബഹുമതിയുണ്ട്. നബിനെ കൊണ്ട് വിശ്വസിച്ചു എന്ന ദീനിയായ നേട്ടം ഒരാളെയും ചതിച്ചിട്ടില്ല. മാവേലി എന്നെ കുട്ടിക്കോളി, മാവേലിയെ പോലെ വിശുദ്ധ ഉണ്ടായിട്ടൊന്നും പറയില്ല, നമുക്കറിയാലോ മാവേലി എന്ന് പറയുമ്പോ. ആ മാവേലിയെ പോലെ ഒരാളാണ് ഒരു മനുഷ്യൻ എന്ന് വെച്ചോളി. മുത്തനബിനെ കൊണ്ട് വിശ്വസിച്ചില്ല എന്ന് വെച്ചാൽ അയാളുടെ കർമ്മങ്ങളൊക്കെ മരുഭൂമിയിലെ പൊയ്ക പോലെയാണ്. ആഖിറത്തിൽ ഉപകാരമില്ല. നമ്മൾ വാഴ്ത്തുന്ന പിതാക്കളും അങ്ങനെ തന്നെയാണ്. ഈമാനില്ലെങ്കിൽ ഇപ്പൊ ഈമാന്റെ വെളിച്ചമുണ്ടെങ്കിലേ ശിട്ടുള്ളൂ. ഇനി നമ്മൾ കൂട്ടരാവട്ടെ, നമ്മൾ മൂമിനീങ്ങൾ, ഈ മൂമിനീങ്ങളുടെ ഈമാൻ മരിക്കുന്ന സമയത്തിന് മുൻപ് വല്ലപ്പോഴും നഷ്ടപ്പെട്ടാൽ ഒരു മൊഴി മതി, ഒരു ചെറിയ പ്രവൃത്തി മതി, മനസ്സിലൂടെ മിന്നി പറയുന്ന ഒരു ചിന്ത മതി, നമ്മുടെ ഈമാൻ പുറത്തുപോയി നമ്മൾ മുർത്തദാകാൻ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വല്ല രോഗത്തിന്റെയും പ്രതിസന്ധിയുടെയും അവസ്ഥയിൽ, വല്ല അപകടത്തിന്റെയും അവസ്ഥയിൽ, വല്ല രോഗവും കടന്നാക്രമിക്കുന്ന അവസ്ഥയിൽ, പല ചികിത്സകളും നടത്തിയിട്ട് ഭേദമില്ലാത്ത നിരാശയിൽ ഇങ്ങനെയൊക്കെ വരുന്ന ചില വാചകങ്ങൾ ദൈവനിഷേധത്തിന്റെ വാചകമായി, അള്ളാനെ നിഷേധിക്കുന്ന കലാമുകളായി, കെലിമത്തുകളായി നമ്മിൽ നിന്ന് പുറപ്പെട്ടാൽ ഈമാൻ എന്ന വെളിച്ചം നഷ്ടപ്പെട്ടു. കുഫർ എന്ന അന്ധകാരമായി അവിടെ യുദ്ധത്തു വന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. കാരണം ഈ വെളിച്ചമില്ലെങ്കില്ല. നബിന്റെ മക്കൾ കൂട്ടുകുടുംബങ്ങളായ തങ്ങന്മാര്, മുർത്തദ്ദായ തങ്ങളില്ല, ആലിമീങ്ങൾ, മുർത്തദ്ദായ ആലിമില്ല. ഒന്നിന്റെ വെളിച്ചം ഉപകാരപ്പെടൂല. ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. അബൂജഹൽ നബിയുടെ മുത്താപ്പയാണ്, അബ്ദുല്ലാഹിയുടെ സഹോദരൻ.
അബ്ബാസ് എന്ന് പറഞ്ഞ നബിയുടെ എളാപ്പയാണ്, അബ്ദുല്ലാഹിയുടെ സഹോദരൻ. അബ്ബാസിനെയും ഹംസയെയും കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹുമാ എന്ന് നമ്മൾ തർബിയത്ത് ചൊല്ലുന്നു. അബൂലഹബിനെ കുറിച്ച് നമ്മൾ പറയുന്നത് തബ്ബത് യദാ അബീ ലഹബ്, തബ്ബത് യദാ അബീ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും. മുത്താപ്പല്ലേ വാപ്പാന്റെ നേരെ സഹോദരനാ. എന്തേ വിഷയം? ഒരാൾക്ക് ഈമാനുണ്ട്, മറ്റേയാൾക്ക് ഈമാനില്ല. രക്തബന്ധം രണ്ടും കണക്കാ. അബ്ബാസ് എന്നവർ തന്റെ അടിമയെ മോചിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് നബി പ്രസവിച്ചു എന്ന് തന്റെ അടിമ സ്ത്രീയായ സുവൈബ വന്നിട്ട് വിവരം പറഞ്ഞപ്പോ സുവൈബ തന്ന അടിമ സ്ത്രീയെ മോചിപ്പിച്ചിട്ടുണ്ട് അബൂലഹബ് എന്ന് പറയുന്ന ആള് നബിയുടെ ജന്മത്തിൽ സന്തോഷം കൊണ്ടിട്ട് അബ്ദുല്ലാഹ്ക്ക് ഒരു കനിമകൻ ഉണ്ടാകുന്നത് അത്ര ആഹ്ലാദവും സന്തോഷവുമായിരുന്നു അബൂലഹബിന്. അതിന്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ച രാവിലും അദ്ദേഹത്തിന് നരകത്തിൽ ഒരു ചെറിയ തെളിനീര്, ഒരു ചെറിയ കുടിനീര് അദ്ദേഹത്തിന് കുടിപ്പിക്കപ്പെടുമെന്നുള്ള വചനം സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചത് കാണാം. എല്ലാ തിങ്കളാഴ്ച രാവിലും അബൂലഹബിന് കിട്ടു. എന്തേ? നബിന്റെ സ്നേഹിച്ചിട്ട് സന്തോഷിച്ചിട്ട് സ്വന്തം അടിമയെ മോചിപ്പിച്ചത്. അതൊന്നും അബ്ബാസിന്റെ ചരിത്രത്തിലില്ല. പക്ഷെ ഈമാൻ ഉണ്ടായപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പിതൃവ്യൻ എന്ന നിലക്കുള്ള ബഹുമതികളെല്ലാം ഉണ്ടായി. നമ്മളും അങ്ങനെ തന്നെ. ആലിമാവട്ടെ, സയ്യിദാവട്ടെ, ആടാവട്ടെ, എത്ര കാലം നിക്കരിച്ച ആളാവട്ടെ, അവസാന കാലം മുർത്തദ്ദായാൽ പിന്നെ നമ്മൾ അയാളെ മൈൻഡ് ചെയ്യില്ല, ദീനിയായി. കാരണം പരലോകത്തെ അയാൾക്ക് ഘനഘനാന്ധകാരം, അത് സൂര്യനില്ല, മറ്റൊന്നുമില്ല. ആ അന്ധകാരത്തിൽ അയാൾക്ക് ഒരു ഉപകാരവും കിട്ടില്ല. ഈമാനും അമലും സ്വാലിഹും മാത്രമേ അവിടെ വെളിച്ചമുണ്ടാവൂ. ആ വെളിച്ചമുള്ള ഈമാനും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മുഅ്മിനീങ്ങളിൽ നിങ്ങൾ പെട്ടോ? നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് പരമദയാലുവാണ്, പരമറഹീമാണ്. നിങ്ങൾക്ക് റഹ്മത്ത് തന്നേ നബിക്ക് സന്തോഷം വരൂ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ. ആ ബന്ധം വെക്കുമ്പോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഈമാൻ എന്ന ആ മഹാവെളിച്ചം നമ്മുടെ ഉമ്മയിലൂടെ, ബാപ്പയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ഒരു മഹാ ഔദാര്യമല്ലേ, വല്ലാത്തൊരു സമ്മാനമല്ലേ. ആ സമ്മാനത്തിന് നാം എങ്ങനെയാണ് നന്ദി രേഖപ്പെടുത്തുക? എത്രയോ മഹാരഥന്മാർക്ക്, കഷ്ടപ്പെട്ട ആളുകൾക്ക്, വളരെ വളരെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകൾക്ക്, ഇവർക്കൊന്നും കിട്ടാത്ത ഈമാനിന്റെ വെളിച്ചം നമ്മൾ അറിയാതെ, ചിന്തിക്കാതെ, ഓർക്കാതെ, ഉമ്മിയും പോലും ഓർക്കാതെ അവർ മുസ്ലിം ആയതിന്റെ പേരിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മുസ്ലിം ആമല്ലേ. ഇത് നിലനിർത്തി പോരേണ്ട ബാധ്യതയെ നമുക്കുള്ളൂ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് നിലനിർത്തി പോരാൻ നമുക്ക് കടമയുണ്ട്. വലാത്ത മൂത്തുന്ന ഇല്ലാവ അന്തു മുസ്ലിമോൻ. കിട്ടിയ ഇസ്ലാമുമായിട്ടേ നിങ്ങൾ മരിക്കാവൂ. അത് നഷ്ടപ്പെട്ടുകൊണ്ട് മരിക്കരുത്. ഇത് അള്ളാഹു നമ്മോടാ കൽപ്പിക്കുന്നത്, നമ്മോടാ നിർദ്ദേശിക്കുന്നത്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവന്റെ തന്നെ മഹത്തായ തൗഫീഖ് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തുമാറാവട്ടെ. മരിക്കുമ്പോഴും മരിക്കുന്നത് വരെയും അള്ളാഹു നമ്മെ ഈമാനിൽ ചരിപ്പിക്കുമാറാവട്ടെ. ആ വിശ്വാസമുണ്ടോ? നബി കനിയും, നബിയുടെ നേട്ടം കിട്ടും. അതിനേറ്റവും കടപ്പാട് വിവരിച്ചുകൊണ്ട്, ആ കടപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്, അള്ളാഹു എന്ന യജമാനന് വേണ്ടി അള്ളാഹു തആല ഏറ്റവും മുന്തിയ കടപ്പാടായി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്താണോ അതുതന്നെയാണ്. അതാണ് നിങ്ങൾ ആദ്യം നടന്ന പ്രഭാഷണത്തിലൊക്കെ കേട്ടിരുന്നത്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കടപ്പാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നബിയുടെ മേലിലുള്ള സ്വലാത്ത്. നബിക്ക് സ്വലാത്ത്, നബിയുടെ മേലിലുള്ള സ്വലാത്ത്. നബിക്കുള്ള സ്വലാത്ത് പോലെ തന്നെയാണ് നമ്മൾ റബ്ബിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും സ്ഥാനമുള്ള കർമ്മം ഏതാണ്? മാധവ സേവ എന്ന നിലയ്ക്ക്, യജമാനനായ റബ്ബിനുള്ള സേവ എന്ന നിലയ്ക്ക് നമ്മൾ നടത്തുന്ന ഹിദമകളിൽ വെച്ച് ഏറ്റവും വലിയ സേവ ഏതാണ്? 5 വഖ്ത് നിസ്കാരം, സ്വലാത്ത്. ഈ സ്വലാത്ത് തന്നെയാണ് അള്ളാഹുവിനുള്ള ഏറ്റവും ശറഫാക്കപ്പെട്ട കടപ്പാട് നിറവേറ്റാൻ അള്ളാഹു നിശ്ചയിച്ച കർമ്മമെങ്കിൽ, അതേപോലെ തന്നെ മുത്തനബിക്കുള്ള കടപ്പാട് നിർവഹിക്കാൻ അള്ളാഹു നിശ്ചയിച്ചതിന്റെ പേരും സ്വലാ എന്നാണ്. അതാണ് നമ്മൾ നമ്മുടെ ആത്മബന്ധത്തിന്റെ കണ്ണി എന്ന നിലയ്ക്ക് 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരത്തിലും റസൂലുള്ളാഹിന്റെ പേരിലുള്ള സ്വലാത്ത് നമ്മൾ നിർവഹിക്കുന്നു. അല്ലാഹു തആലാന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കൊണ്ട് സാക്ഷ്യം വഹിക്കുമ്പോൾ മുത്തനബിയുടെ റിസാലത്ത് കൊണ്ട് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. എവിടെയും അള്ളാഹുവിനോട് കൂടെ അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ കൂട്ടിപ്പറയുന്നു. അള്ളാഹുവും റസൂലും, അള്ളാഹുവും റസൂലും. അറിയാത്ത കാര്യത്തെ കുറിച്ച് ഒരാൾ ചോദിച്ചാൽ മുഹമ്മദ് എവിടെ, നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ തോന്റെ വിവരമുണ്ടോ? നമുക്ക് മുഹമ്മദിന്റെ വിവരമൊന്നുമില്ല. ഇത് പറയാൻ ഒരു വിശ്വാസി എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? നമ്മുടെ ഫുഖഹാ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുണ്ട്. എന്താ വിവരിച്ചത്? അറിയില്ല എന്നല്ല അവിടെ പറയേണ്ടത്. അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ഒരു വിശ്വാസി പറയേണ്ടത് അറിയാത്ത കാര്യത്തെ പറ്റി അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവും അവന്റെ റസൂലും അറിയാമെന്നാ പറയുന്നത്.
മുഹമ്മദ് ഇതിലെ പോയോ എന്ന് വെച്ചാ 1400-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഹുജറ ഷരീഫയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം അക്കാര്യം. അള്ളാഹ്ക്കും അറിയാന്നാണ് നമ്മൾ മറുപടി പറയുന്നത്. നിനക്കെത്ര സ്വത്തുണ്ട്, നിനക്കെത്ര മക്കളുണ്ട്, വിവരമില്ല എങ്കിൽ വിശ്വാസി എന്താ മറുപടി പറയേണ്ടത്? അല്ലാഹു റസൂലുഹു അലം. ഒരാലിമിനോട് ഒരു മസാല ചോദിച്ചു, അയാൾക്ക് വിവരമില്ലെങ്കിൽ എന്താ പറയേണ്ടത്? അല്ലാഹു റസൂലുഹു അലം. അല്ലാഹും റസൂലും അറിയും. ഇവിടെ അള്ളാഹുവിനെയും റസൂലിനെയും ഈ രണ്ടും നൂർ, യഥാർത്ഥത്തിലുള്ള നൂർ, അല്ലാഹു തആല എന്ന ആ സത്യ നൂർ, അടിസ്ഥാന നൂർ, ആ നൂറിന്റെ ഒരു ചെറിയ അംശമായി അല്ലാഹു തആല ഈ സൃഷ്ടി ലോകത്തിന് വേണ്ടി അല്ലാഹു തആല സമ്മാനിച്ചിട്ടുള്ള അടിസ്ഥാന കണമായ എല്ലാ നൂറുകളുടെയും മീതമുള്ള നൂറും ഫൗഖ നൂരി, അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറുൻ അലാ നൂർ, അതാണ് അല്ലാഹു തആല തന്നെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കുന്ന വിശേഷണം. റഊഫുർ റഹീം, അല്ലാഹുവിനെ കുറിച്ച് അല്ലാഹു വിശേഷിപ്പിച്ച വിശേഷണമാണ്. മുത്തനബിയെ കുറിച്ച് അല്ലാഹു ഈ ആയത്തിൽ പറയുന്ന വിശേഷണം. ഈ രണ്ട് വെളിച്ചങ്ങളും, യജമാനനായി അല്ലാഹു എന്ന വെളിച്ചവും അവന്റെ വെളിച്ചമായി അല്ലാഹു നബിയോടുകൂടി അവതരിപ്പിച്ച അവന്റെ കലാമു എന്ന വെളിച്ചവും, അല്ലാഹുവിന്റെ റസൂൽ എന്ന വെളിച്ചവും ഹൃദയത്തിലേറ്റി, ഹൃദയത്തിൽ പേറി, ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് നടക്കുന്നു ഞങ്ങൾ എന്ന് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ സാധിക്കണം. അല്ലാഹുവിനും റസൂലിനും ആകണം നമ്മുടെ എല്ലാം. സ്നേഹം അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ, കോപം അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ. ബന്ധവിച്ഛേദമുണ്ടോ? അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിൽ. അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിലായിരിക്കണം നമ്മുടെ എല്ലാ ചലനങ്ങളും. എങ്കിൽ നമ്മൾ വിജയിച്ചു. ഈ ഒരാത്മബന്ധം നമുക്കെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അല്ലാഹു ഓശാരമായി നൽകണം, അല്ലാഹു ഓശാരമായി നൽകണം. അതിന് അള്ളാന്റെ റഹ്മത്തിന്റെ ഒരംശം നമുക്കും കിട്ടണം. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികത്തുഹു, അള്ളയും അള്ളാന്റെ മലക്കുകളും നിങ്ങൾക്കും സ്വലാത്ത് ചൊല്ലും. ഇത് അല്ലാഹു തആല നമുക്ക് ആയത്തിറക്കിയത് എപ്പോഴാണെന്നറിയോ? അല്ലാഹു തആല റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചുള്ള ആയത്തിറക്കി. ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സർവാത്മന ഏത് ആയത്തിറങ്ങിയാലും അതിൽ 100% ആഹ്ലാദത്തോടുകൂടെ മൗനത്തോടുകൂടെ വരവേൽക്കുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സിദ്ദീഖുൽ അക്ബർ എന്നവർ ഒരു ചെറിയ നീരസമാണ് പ്രകടിപ്പിച്ചത്, ഒരു ചെറിയ പരാതി. അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ സ്ഥാനത്തിലുള്ള നീരസമല്ല. എന്തേ? സാധാരണ അള്ളാഹു അങ്ങേക്ക് വേണ്ടി വല്ല സമ്മാനം നൽകുമ്പോ ഇല്ലാ അശ്റകനാമാഹു, ഞങ്ങളെയും അതിൽ ഒരു ചെറിയ ഷെയർ നൽകി അള്ളാഹു തആല സന്തോഷിപ്പിക്കാറുണ്ടല്ലോ, ഒരു ചെറിയ പങ്ക് ഞങ്ങൾക്കും പറയാറുണ്ട്. എന്തങ്ങേക്ക് തന്നാലും ഇതിലത് കാണാനല്ല. അങ്ങേക്ക് മാത്രം സ്വലാത്ത്, ഞങ്ങൾക്ക് സ്വലാത്തില്ലല്ലോ, ഞങ്ങൾക്ക് എവിടെ നിന്ന് സ്വലാത്ത് എന്ന് അല്ലാഹു തആലാന്റെ റസൂലിന്റെ മുമ്പിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഇതേ ആയത്തിന്റെ മുകളിലായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് വായിക്കാം. അഹ്സാബ് സൂറത്തിൽ തന്നെ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, വിശ്വാസികളെ നിങ്ങൾക്കും അല്ലാഹുവിന്റെ സ്വലാത്തുണ്ട്, അള്ളാന്റെ മലക്കുകളുടെ സ്വലാത്തുമുണ്ട്. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി, നബിയുടെ മേലിൽ അന്ന് മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നു. അതുപോലെ വിശ്വാസികളെ നിങ്ങളുടെ മേലിലും അള്ളാഹുവിന്റെ സ്വലാത്തുണ്ട്, അവന്റെ മലക്കുകളുടെ സ്വലാത്തുണ്ട്. ഇതെങ്ങനെയാണ് അള്ളാഹു ക്രമീകരിക്കുന്നത്? നമ്മൾ റസൂലുള്ളാഹിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുക, നിർദ്ദേശിക്കപ്പെട്ട സ്വലാത്ത്. മൗലൂദാവട്ടെ ഇതൊരു സ്വലാത്താണ്, പ്രാർത്ഥനകൾ എന്താവട്ടെ സ്വലാത്താണ്, പുകഴ്ത്തുന്ന പാട്ടുകളാവട്ടെ സ്വലാത്താണ്, വിശാലാർത്ഥത്തിൽ നബിയുടെ മേലുള്ള സ്വലാത്താണ്. നബിയെ വർണ്ണിച്ച്, നബിയെ ദുആ ചെയ്ത്, നബിയുടെ സ്ഥാനം അംഗീകരിച്ച് മതിപ്പുണ്ടാക്കി ആ സന്തോഷത്തോടുകൂടെയുള്ള ഏതും സ്വലാത്താണ്. ഈ സ്വലാത്ത് തങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോ അതിനു പകരം 10 സ്വലാത്ത് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു വർഷിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിസ്ഥാന പുണ്യമായി നിശ്ചയിക്കുന്നത് തന്നെ 1-ന് 10 അത് സ്വലാത്തിനും പറഞ്ഞതാണ്. എന്നാ സ്വലാത്തിന് അതപ്പുറം പിന്നെ പറയുന്നു 70 പുണ്യമുണ്ടെന്നും 40 പുണ്യമുണ്ടെന്നും പല റിപ്പോർട്ടുകളുണ്ട്. എത്രയോ പുണ്യം എണ്ണിക്കണക്കാക്കാത്ത 700-ഉം 70,000-ഉം ഒക്കെ ഇരട്ടി റഹ്മത്ത് അള്ളാഹു നമുക്ക് നൽകും. അതിനുള്ളതാണ് സ്വലാത്ത്. എപ്പോഴും അതിനൊരുങ്ങാനും കൂടാനും കഴിയുള്ളൂ. അത് മഹത്തുക്കളായ നല്ല നല്ല മുഖറബുകളായ
അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ആരിഫീങ്ങളുമായിട്ടുള്ള ആളുകൾ അവർക്ക് അള്ളാഹു തആല നൽകുന്ന കശ്ഫിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലും ആ വെളിച്ചമുള്ള ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന വെളിച്ചത്തിന്റെ വചനങ്ങളായിട്ടുള്ള സ്വലാത്തുകളുടെ സമ്പൂർണ്ണ വചനങ്ങളാവട്ടെ, അതൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ള വെളിച്ചം എന്ന് പറയുന്നത് ചെറിയൊരു വെളിച്ചം എന്ന് കാണാം. പക്ഷേ ഞാൻ ഒന്നിങ്ങനെ നോക്കി നോക്കുമ്പോൾ വളരെ വിലപ്പെട്ടതാണ്. ഓരോരുത്തരും ആദ്യന്തം വായിച്ചു നോക്കേണ്ടതാണ്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം അതിൽ വായിച്ചു നോക്കണം. വിലപ്പെട്ട കുറിപ്പുകൾ. അത് മജ്‌ലിസിന്റെ ഒരു നല്ല സമ്മാനമാണ്. അള്ളാഹു അത് കബൂലാക്കുമാറാവട്ടെ. അതിലെഴുതിയ ലേഖകന്മാർക്കെല്ലാം അള്ളാഹു തആല മുന്തിയ ജസാ നൽകുമാറാവട്ടെ. അത് കേട്ടും പഠിച്ചും നുകർന്നും പകർന്നും അത് അങ്ങനെ നിലനിർത്തുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല വിലപ്പെട്ട സ്വലാത്തിനെ പറ്റി മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു മുഖദ്ദിമ തന്നെയാണ് സ്വലാത്തിന്റെ മുഖവര. ആ ഒരു മുഖവരയായി നിശ്ചയിക്കപ്പെട്ട ഒന്ന് നോക്കുക. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ നേട്ടമെന്ന് മനസ്സിലാക്കാൻ അതിനുള്ള ഒരു ചെറിയ സദസ്സ്, എല്ലാവരും കൂടി ചൊല്ലാൻ പറ്റുന്ന ഒരു സദസ്സ് നമ്മുടെ വിഷമങ്ങളിൽ തീരും. സ്വലാത്ത് കൊണ്ടുണ്ടാകുന്ന എല്ലാ നേട്ടങ്ങളും കിട്ടും. അതിനൊക്കെ പറ്റുന്ന നിലയിൽ സൂറത്തുൻ നൂർ, വെളിച്ചത്തിന്റെ സ്വലാത്ത് എന്ന നിലയിൽ തന്നെയാണ് മജ്‌ലിസുൻ നൂറിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ സ്വലാത്ത്. ആ സ്വലാത്ത് സ്ഥാപിക്കപ്പെട്ട എല്ലായിടത്തുമുള്ള സ്വലാത്ത് ഈ വെളിച്ചത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കുമെന്ന് നമുക്ക് ആശിക്കാം, പ്രതീക്ഷിക്കാം. അതിന്റെ വാർഷികത്തിലാണ് നമ്മൾ സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതുവരെ കഴിഞ്ഞ സ്വലാത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരുടെയും സ്വലാത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. മേലിലും അതിൽ പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ സകല ഉദ്ദേശങ്ങളും അള്ളാഹു തആല നിറവേറ്റുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ തിങ്കളാഴ്ചയാണ് നബിന്റെ ജന്മദിനം. എല്ലാ ആഴ്ചാന്തം വരുന്ന ദിനം. മാസാവുമ്പോഴാണ് റബീഉൽ അവ്വൽ. തിങ്കളാഴ്ച എന്നാണ് ദിനത്തിലും ഒക്കെ 7 ദിവസമല്ലേ ആകെ ദിനമുള്ളൂ. ആ ദിനങ്ങളിൽ നബിയുടെ ജന്മദിനം എന്നാണെന്ന് ചോദിച്ചാൽ തിങ്കളാഴ്ച. അതുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്. അപ്പൊ ആ തിങ്കളാഴ്ച എന്ന് പറയുന്നത് അതിന്റെ രാവാണ് നമ്മളിപ്പോ ചേരുന്ന ഈ ഞായറാഴ്ച. അതാണ് വാർഷിക യോഗം നമ്മൾ നടത്തുമ്പോഴെല്ലാം ഈ തിങ്കളാഴ്ച രാവായിട്ട് ഞായറാഴ്ച റബീഉൽ അവ്വലിന്റെ അവസാനം വരുന്നു. അള്ളാഹു ആ നിലക്കുള്ള പുണ്യവും ഈ സ്വലാത്തിന് നൽകുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് സ്വലാത്തിൽ പ്രവേശിച്ച് എല്ലാ നിലയിലുള്ള ഒരു ദുആ നടത്തി നമുക്ക് പിരിയാം. കണക്കൊക്കെ ഉണ്ടല്ലോ ഇതിന് സമയത്തിനൊക്കെ, എന്നാലും ഇതൊക്കെ സമയക്കും. എല്ലാവരും ആവും. പ്രാർത്ഥനയുടെ കാര്യമാണ്, നബിന്റെ സ്വലാത്തിന്റെ കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് ശല്യമാകാതെ നമുക്ക് ചൊറഞ്ഞ രീതിയിൽ ഇത് ചെറുതായി പുലർത്തിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ.